Praise Lord. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम है सभी प्रियजनों को प्रेम का वंदना. കർത്താവിന്റെ വരവിലേക്ക് നാം ഒരു ദിവസം കൂടെ അടുത്തു. हमें प्रभु का आगमन के लिए हम और एक दिन निकट पहुंच चुके हैं. നമ്മൾ എത്രമാത്രം സന്തോഷിക്കണം. इसलिए हमें कितना आनंदित होना है, കാരണം നമ്മൾ പ്രത്യാശിക്കുന്ന നമ്മുടെ കർത്താവിനെ എത്രയും വേഗം നമുക്ക് കാണാം. क्योंकि हमने जिस व्यक्ति के ऊपर आशा रखा है उस प्रभु को हम बहुत जल्दी मिलने वाले हैं ना. അപ്പോൾ കാണാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഒരുക്കം വേണം. लेकिन हम मिलने जा रहे हैं करके बोलते हैं तो उसके हिसाब से तैयारी भी होना चाहिए. അപ്പോൾ കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയാണ്? क्योंकि प्रभु किसके लिए आ रहा है? നമുക്ക് എബ്രായലേഖനം 9:28 വായിക്കുന്നത് ഇങ്ങനെയാണ്. इब्रानियों 9:28 में हम पढ़ते हैं Hebrews 9:28. തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ, जो उनको वाट जोने वाले पवित्र लोगों को, അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും. पढ़ेंगे 9:28. वैसे ही मसीह भी बहुतों के पापों को उठा लेने के लिए एक बार बलिदान हुआ, और जो लोग उसकी बाट जोते हैं उनके उद्धार के लिए दूसरी बार बिना पाप उठाए हुए दिखाई देगा. അപ്പോൾ തന്നെ കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാർ, तो उनको जो इंतजार करने वाले उनके भक्तों के ऊपर, അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുകയാണ്. मैं विश्वास करता हूँ कि आप सब लोग प्रभु का आगमन के लिए इंतजार कर रहे हैं. അങ്ങനെ കാത്തിരിക്കുന്നവർ പിന്നെ ഒരുങ്ങിയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, അവർ ഒരുങ്ങിയിരിക്കുക. तो ऐसे इंतजार करने वाले लोग तैयार है कि नहीं करके पूछने का जरूरत नहीं है, क्योंकि वो इंतजार में ही उनका तैयारी हो चुका है. അല്ലെ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വരാൻ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാം ഒരുക്കത്തോടും കൂടി അവിടെ എത്തിയെന്നുള്ളതാണ്. उदाहरण में अगर हम लोग रेलवे स्टेशन में एक ट्रेन के लिए इंतजार कर रहे करके बोला तो मतलब क्या है, हम लोग पूरा तैयारी लेकर स्टेशन में पहुंच चुके हैं, हम लोग रेडी है जाने के लिए. അപ്പോൾ നമുക്ക് ഒരുക്കമുണ്ട്. इसका मतलब हम लोग तैयार है, നമ്മളിപ്പോൾ കാത്തിരിക്കുകയാണ്. हम लोग अभी इंतजार कर रहे हैं. ഏത് സമയത്ത് നമ്മുടെ കർത്താവ് വരാം. कोई भी समय पर प्रभु आ सकता है. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളല്ല നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങളെല്ലാം നമ്മളോട് വളരെ വ്യക്തമായും ശക്തമായും പറഞ്ഞുകൊണ്ടിരിക്കുക. हमारे ये संसार का परिस्थिति को देखते हुए ये एक बहुत बड़ा अवस्था है जिससे हमें मालूम पड़ता है कि प्रभु का आगमन बहुत निकट है करके. അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യതയിലേക്ക് നേട്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ദർശനമുള്ളവരായിരിക്കണം, അതിൽ നമ്മൾ ആകാംക്ഷയുള്ളവരായിരിക്കണം. इसके लिए अनंतता के विषय में हमारा नजर उस विषय में होना चाहिए, उसका सही दर्शन पाकर एकदम खुशहाल से उस विषय में हमें उत्सुकता में आगे बढ़ना है. അപ്പോൾ നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. तो हमें हमारे लिए जो लाभदायक बातें, फायदे की बातें हम देख रहे थे. ഞാൻ അതിലേക്ക് നേരിട്ട് വചനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുക. इसलिए मैं डायरेक्ट वचन में प्रवेश करना चाहता हूँ. കാരണം നമുക്ക് ലഭിക്കുന്ന ഈ 1 മണിക്കൂറൊക്കെ ഒന്നുമില്ല. क्योंकि हमें ये मिल रहा है जो 1 घंटा वो बहुत कुछ कम है. അതുകൊണ്ട് അനേക കാര്യങ്ങൾ കർത്താവ് എന്നോട് സംസാരിച്ചത് കർത്താവിൽ നിന്ന് പ്രാപിച്ചതൊക്കെ നിങ്ങൾക്ക് നൽകണമെന്ന് എൻ്റെ ആഗ്രഹം. इसके लिए मेरा आग्रह यही है कि प्रभु से जो भी बातें मैं प्राप्त किया है वो आपको पूरे रीति से बता दूं. നമുക്ക് വീണ്ടും ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, പ്രയോജനമുള്ളതെന്നുള്ള രീതിയിൽ. 2 തിമോത്തി 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യം. हमें वही लाभदायक के विषय में हम लोग फिर से दोबारा वाक्य पढ़ेंगे. 2 तिमोथी 3 अध्याय 16 और 17. നമ്മളിവിടെ വചനത്തിലൂടെ ലഭിക്കുന്ന ലാഭമാണ് കാണുന്നത്. हम यहाँ पर वचन के द्वारा मिलने वाला लाभ की बातों को हम देख रहे हैं. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. पढ़ेंगे. संपूर्ण पवित्र शास्त्र परमेश्वर की प्रेरणा से रचा गया है और उपदेश और समझाने और सुधारने और धर्म की शिक्षा के लिए लाभदायक है, ताकि परमेश्वर का जन सिद्ध बने और हर एक भले काम के लिए तत्पर हो जाए. അപ്പോൾ ഈ വചനം അനേക കാര്യങ്ങൾക്ക് പ്രയോജനമുണ്ടെന്നാണ് പറഞ്ഞത്. तो यहाँ पर लिखा है कि ये वचन बहुत से बातों में लाभदायक है. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പിന്നെ അതിന്റെ 4:2 മാത്രം അതിന്റെ ആദ്യ ഭാഗം വചനം പ്രസംഗിക്കുക. इसके लिए 4:2 में तो शुरुआत का बात हम देखते हैं कि इसलिए वचन को प्रचार करो. നമ്മൾ വചനം പ്രസംഗിക്കണം. इसलिए वचन को प्रचार करना है. ഈ വചനം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വെറും ഒരു വചനമല്ല പ്രിയമുള്ളവരെ. ഈ വചനത്തിന്റെ പ്രത്യേകത ഇത് ജീവനുള്ള വചനമാണ്. तो इसके लिए ये वचन को प्रचार करने के विषय में एक उद्देश्य है, क्योंकि एक बहुत बड़ा कारण है, वचन जीवन का वचन है. അപ്പോൾ ഇത് ജീവൻ പകരുന്നതാണ്. और ये जीवन को बांटता है. നമ്മൾ ഇന്നലെ എസെക്കിയേൽ പ്രവചനം 37:7-10 വരെ വായിച്ചപ്പോൾ നമ്മൾ കാണുകയുണ്ടായി, ഉണങ്ങി കിടന്ന അസ്ഥികൾ ദൈവം പറഞ്ഞതുപോലെ ആ പ്രവചനം അല്ലെങ്കിൽ ആ വചനം അയച്ചപ്പോൾ അവയെല്ലാം ജീവനുള്ളതായി ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായി. हमने इस विषय में एजेकियल का पुस्तक उसका 37 में
उसका 7 से 10 जब हम पढ़ते समय में वहां पर जो मुरझाया हुआ एकदम सूखा हुआ हड्डी का अवस्था उसके ऊपर जब जीवन गया तो वो सारा हड्डियां जुड़ गए, उसमें अस्थियां और हड्डियां जुड़कर मांस उसमें सब आया और वो जीवन बन गया और एक सेना बन गया। ദൈവത്തിന്റെ വചനം അത് ജീവിപ്പിക്കുന്ന വചനമാണ്. परमेश्वर का वचन जिलाने वाला वचन है। അതുകൊണ്ട് തന്നെ ഞാനും എപ്പോഴും ദൈവമക്കളോട് പറയാറുള്ളത്, നിങ്ങൾ ആരെ കണ്ടാലും അവരോട് നിങ്ങൾ ദൈവവചനം പറയണം. इसीलिए मैं हमेशा मेरे प्रिय कलीसिया के लोगों को मैं कहता हूँ कि आप लोग कभी भी किसी से मिलता है तो प्रभु का वचन को आप लोग बांटे, ഇത് കെട്ടുപോകാത്ത ബീജമാണ്. क्योंकि ये कभी ना बुझने वाला बीज है। നമുക്ക് 1 പത്രോസ് 1:23 നമ്മൾ വായിക്കുന്നുണ്ട്, കെടുന്ന ബീജത്തല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെയാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. हमें पहला पत्रोस 1:23 में हम लोग बुझने वाला नहीं लेकिन कभी ना बुझने वाला बीज के द्वारा हमारा नया जन्म हुआ है। ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ പേപ്പറിലോ മിനിഞ്ഞാന്നത്തെ പേപ്പറിലോ ഒരു ഇത് കണ്ടു, 100 വർഷം പഴക്കമുള്ള ഒരു തേങ്ങ. ആ തേങ്ങ സാധാരണ രീതിയിൽ ഇരിക്കത്തില്ല, ഒരു തേങ്ങ 100 വർഷം पड़कोंडा तैंगा। मैं कल या परसों का पेपर में इस तरह एक समाचार पढ़ा था कि 100 साल पुराना एक नारियल के विषय में पढ़ा। तो नारियल तो साधारण रूप में उतना साल टिकता नहीं है, लेकिन एक 100 साल पुराना नारियल के बारे में न्यूज में लिखा था। ഇവിടെ ഈ ലോകത്തിൽ കാണുന്നതിന് എല്ലാത്തിനും ഒരു സമയം കഴിഞ്ഞാൽ അതിന്റെ ജീവൻ നഷ്ടപ്പെടുക. इसलिए प्रियो इस दुनिया में हम कुछ भी बातों को देखो, कुछ समय हो जाने के बाद उसका जीवन खत्म होते रहता है। എന്നാൽ लेकिन ദൈവത്തിന്റെ വചനമെന്ന ഈ വിത്ത്, लेकिन परमेश्वर का वचन जो ये बीज है, ഈ വിത്ത് ഒരിക്കലും നശിക്കത്തില്ല. ये बीज कभी नाश नहीं होता। ഈ വിത്തിലാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. इस बीज के द्वारा हमारा नया जन्म हुआ है। അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദൈവവചനത്തിന്റെ മഹാത്മ്യം ഒന്ന് മനസ്സിലാക്കുന്നത് എത്ര നല്ലതെന്നറിയോ? इसलिए प्रभु का वचन का मूल्यता को समझना, महानता को समझना कितना श्रेष्ठ बात है। അത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. उसको सही रीति से समझना है। ഇപ്പം നമ്മളിപ്പോൾ യുവജനം കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എഫക്റ്റ് ആവുന്നുണ്ടോ? यस, तो इसके लिए जब प्रभु का वचन सुनते समय में, सुनते ही रहते समय में, क्या वो वचन हमारे अंदर कुछ कार्य करता है? क्या हमारे जीवन में कुछ बदलावट का विषय का कुछ तो विषय का कार्य हमारे अंदर होते रहते हैं क्या सिर्फ सुनने से? നമുക്കറിയാം, നമ്മൾ കൈകൊണ്ട് കറണ്ടിനെ പിടിച്ചു കഴിഞ്ഞാൽ വളരെ ഷോക്ക് അടിക്കും. हम जानते हैं ना, जब हम बिजली को अगर हम हाथों से छुएगा तो शॉक लगता है। കാരണം പെട്ടെന്ന് അത് നമ്മളെ, അതേപക്ഷം നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഉറയും കയ്യിലുണ്ടെങ്കിൽ അത് പിടിച്ചാലും നമുക്ക് അറിയാം. वो तो हम लोग हाथ से डायरेक्टली छुआ, इसके लिए हमको झटका लगा। लेकिन अगर प्लास्टिक का अगर ग्लव्स पहने या ऐसा कुछ ग्लव्स पहनकर जिसमें बिजली पास नहीं होता, उसको अगर हम टच करेंगे तो हमको कुछ मालूम नहीं पड़ता है। ഇന്ന് നമുക്ക് നമ്മൾ വീണ്ടും ജനിച്ച ആ ആത്മാവിൽ, ആ ദൈവ സ്നേഹത്തിൽ, ദൈവത്തിലായിരിക്കും മാത്രമേ നമുക്ക് ഈ വചനം ശരിക്കും उसी तरह हम लोग नया जन्म पाया हुआ आत्मा के मदद के द्वारा ही, उस पवित्र आत्मा के मदद से ही वचन का हमारे अंदर कार्य करने का क्षमता होता है। ഇന്ന് അനേകരിലും വചനം കേൾക്കുന്നെങ്കിലും ആ വചനം അവരിലേക്ക് ഒരു അതിൻ്റെതായ പ്രവൃത്തി ചെയ്യുന്നില്ല. तो इसके लिए आज लोग वचन तो सुनते हैं, लेकिन वो सुना हुआ वचन का हिसाब से क्रिया उनके अंदर आत्मा नहीं कर पाता। നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം വായിക്കുമ്പോൾ, लूका का सुसमाचार 24 का 32 में हम देखते हैं, लूक 24:32, കർത്താവിന്റെ 2 ശിഷ്യന്മാരുടെ അനുഭവം അവിടെ പറയുന്നുണ്ട്. प्रभु का 2 चेलों का अनुभव वहां पर हम देखते हैं। അത് പറയുമ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ അവര് യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോവുകയാണ്. तो उधर विषय क्या है कि वो लोग यरूशलेम से एमेउस की ओर यात्रा कर रहे हैं। അപ്പോൾ അവരുടെ ചർച്ചാ വിഷയം എന്താണ്? കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ചിലര് കർത്താവിനെ അവിടെ പോയി നോക്കിയപ്പോൾ അവര് ആ ശവക്കോട്ടയില് അല്ലെങ്കിൽ ആ കല്ലറയിൽ ആരെയും കണ്ടില്ല. तो वहां पर विषय क्या है कि यीशु मसीह का शरीर वहां पर दिख रहा नहीं है उनका। वहां पर हम लोग सुबह सुबह वहां पर जहाँ पर शव को गाड़ा गया था उधर जाकर देखा तो वो जगह खाली है, उधर प्रभु का शरीर नहीं है। അപ്പോൾ അവര് മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഇല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. हाँ, लेकिन वो लोग ने प्रभु के साथ का संगति के बाद वो लोग दोबारा वापस यरूशलेम की ओर आके बोल रहे नहीं, प्रभु जी उठा है। അപ്പോൾ ദൂതന്മാരെ കണ്ടു. वो लोग स्वर्गदूतों को देखा, അവന് ഉയർത്തെഴുന്നേറ്റു അവര് പറഞ്ഞു. दोनों जी उठा है करके उन्होंने कहा। ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? അതിന്റെ 23-ാം വാക്യത്തിൽ 24-23 പറയുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ശിഷ്യന്മാരെ പറയാം, ഞങ്ങൾ ഭ്രമിച്ചു പോയെന്നാ പറഞ്ഞേ. 23 അതെ. उसका 23 पढ़ेंगे, 24 का 23, सॉरी 22 पढ़ना, हिंदी में 22 है। और हम में से कई स्त्रियों ने भी हमें आश्चर्य में डाल दिया है। हाँ, जो भोर को कब्र पर गई थी। हाँ, तो उधर भोर पे खबरों पर गए तो वाक्य 23 में लिखा, उधर स्वर्गदूत को देखा। स्वर्गदूत को देखा तो एकदम आश्चर्यचकित हो गए, एकदम आश्चर्य में हो गए कि ये सब क्या हो रहा है इधर।
അപ്പോൾ ഇവർക്ക് അത് കേട്ടപ്പോൾ അവർ ഭ്രമിച്ചു പോയെന്നാണ്. तो ये लोगों ने जब स्वर्गदूतों को देखा और उधर यीशु मसीह का शरीर को नहीं देखा तो वो लोग एकदम आश्चर्य हो गया. നോക്കുക, അവര് കർത്താവിനെ കൂടെ നടക്കുകയും അനേക കാര്യങ്ങൾ കേട്ടുകയും പഠിക്കുകയും ചെയ്ത ആൾക്കാരാണ്. ये लोग कौन से लोग हैं? ये वो लोग हैं जो हमेशा प्रभु के साथ रहते थे, प्रभु का बातें सुनते थे, प्रभु का बातों को समझते थे. അപ്പോൾ ഈ കാര്യത്തിൽ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ കർത്താവ് പറയാണ്, ऐसा अवस्था को देखकर प्रभु उनसे कहता है, അവിടെ പറയാണ് അതിന്റെ 25, 26, 27 വാക്യങ്ങളിൽ, उसका 25, 26 और 27 में അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. जल्दी पढ़ेंगे. तब उसने उनसे कहा, हे निर्बुद्धियों और भविष्यवक्ताओं की सब बातों पर विश्वास करने में मन मत्तियों, क्या अवश्य न था कि मसीह ये दुख उठाकर अपनी महिमा में प्रवेश करे? तब उसने मूसा से और सब भविष्यवक्ताओं से आरंभ करके सारे पवित्र शास्त्र में से अपने विषय में लिखी बातों का अर्थ उन्हें समझा दिया. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരോട് ഈ ദൈവവചനം പറഞ്ഞപ്പോൾ ഇവർക്കുണ്ടായ അനുഭവം എന്താണ്? तो इस रीति से जब प्रभु एक एक बातें बोलते समय में तब वो दो चेलों का अनुभव क्या हो रहा था? അതിന് 32 വാക്യം. उसका 32 में हम पढ़ते हैं, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? കത്തും. അതാണ് വിഷയം. 32 पढ़ेंगे. उन्होंने आपस में कहा, जब वह मार्ग में हमसे बातें करता था और पवित्र शास्त्र का अर्थ हमें समझाता था, तो क्या हमारे मन में उत्तेजना न हुई थी? हाँ, देखो, हमारे मन में उत्तेजना नहीं हो रहा था, मतलब हमारे हृदय जल रहा था, उनका वचन से उत्तेजना बढ़ रहा था. ദൈവമക്കളെ, യഥാർത്ഥമായും രക്ഷാനുഭവത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ദൈവവചനം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. आमेन, आमेन. इसलिए जो सच्ची में नया जन्म पाएगा वो विश्वासी, उसके जब वचन सुनते समय में उसका हृदय में उत्तेजना बढ़ते रहेगा. ഇന്ന് പലരും വചനം കേൾക്കുന്നെങ്കിലും അവർക്ക് യാതൊരു കുലുക്കവും ഇല്ലല്ലോ. आज प्रभु का वचन सुनते समय में उनका जीवन में कुछ भी अवस्था इफेक्ट नहीं है, उसका अवस्था नहीं है, അവർക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോ. उनको कोई बदलावट नहीं है, അവർക്ക് ഒരു മാനസാന്തത്തിന്റെ അനുഭവം ഇല്ലല്ലോ. उनको कोई मन फिरावट का अवस्था नहीं है. അത് എത്ര ദുഃഖകരമാണ്. कितना दुख की बात है वो. എന്ന് പറഞ്ഞാല് ഈ ചുറ്റി കൊണ്ട് അടിച്ചിട്ട് പോലും അത് കഠിനമാകത്തക്കുന്നില്ല, അത്രമാത്രം കഠിനമായിരിക്കുന്ന അനുഭവത്തിലേക്ക് പലരും മാറിക്കൊണ്ടിരിക്കുക. यानी कि क्या, प्रभु का वचन जो एक हथौड़ा है, उस हथौड़े से प्रभु मार कर भी, हथौड़ा जो चट्टान को भी तोड़ता है, वो इनका हृदय इतना कठोर हो गया है कि मार कर भी वो हृदय टूट रहा नहीं, और बल्कि और कठोर होते जा रहा है. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു പലരും കർത്താവിന്റെ ദയ നഷ്ടമാക്കി. तो इसका मतलब ये हो सकता है कि शायद बहुत लोगों ने प्रभु का अनुग्रह को ठुकरा दिया है. കാരണം നമുക്കറിയാം, റോമർ 2:4 വായിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ് നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത്. क्योंकि हम रोमियो का पुस्तक 2:4 में हम पढ़ते हैं कि प्रभु का दया है, वो उनका करुणा स्वभाव है जो हमें मन फिराव में लेकर आता है. അപ്പോൾ ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ദയ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മാനസാന്തരപ്പെടാൻ കഴിയൂ. तो इसके लिए प्रभु का जो दया, जो भलाई का जो मन है हमारे ओर, वो हमें मन फिरावट की ओर ले आता है. ഇന്ന് നമുക്ക് വചനം കേൾക്കുമ്പോൾ നമുക്ക് മാനസാന്തരപ്പെടാൻ കഴിയുന്നെങ്കിൽ അതിന്റെ ഒരു വലിയ തെളിവ് ദൈവത്തിന്റെ ദയ ഇന്ന് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. आमेन, आमेन. इसके लिए आगे जब भी अगर हम लोग प्रभु का वचन सुनते समय में उस वचन के आधार पर उसके प्रति उत्तर में हमारा मन अगर भी उसमें मन फिराव का अनुभव में हो रहा है, तो उसका मतलब सबसे पहली बात, तो सबसे बड़ी बात यही है कि प्रभु का दया हमारे अंदर कार्य कर रहा है. ഓരോ ദിവസവും ദൈവത്തിന്റെ ദയ നമുക്ക് വേണ്ടി പുതുതായിട്ട് ഉദിച്ചു വരിക. आमेन. एक एक दिन प्रभु का दया और करुणा हमारे ऊपर नया बनकर उग रहा है. ഈ ദയ നമ്മൾ നഷ്ടമാക്കില്ലേ? इस दया को कभी ना खोए प्रियो. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ, हम जानते हैं पेंटकोस्त का दिन में जब पत्रोस ने जब गवाही दिया, അത് വചനം കേട്ടവരുടെ മേൽ എന്ത് സംഭവിച്ചു? जिन्होंने वचन सुना उनके अंदर क्या हो गया? അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. 2:37 അപ്പോസ്തല പ്രവൃത്തി 2:37 ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഹൃദയത്തിൽ അവർക്ക് കുത്തുകൊള്ളാനിടയായി. तो प्रेरितों का कार्य 2:37 में वो लोग सुनने के बाद उनके हृदय में क्या हुआ? छिद गए. वो लोग हृदय छिद गए, मतलब उन लोग को चुभने लगा वो वचनों को, और वो लोग पूछने लगे अभी हमको क्या करना है. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന കേൾവി എല്ലാം വ്യർത്ഥമായി തീരും. इसके लिए प्रियो, प्रभु का वचन यदि अगर हमारे अंदर क्रिया नहीं कर रहा है तो हमारा सुनना व्यर्थ है. ഇന്ന് നമുക്ക് ദൈവവചനം കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? इसके लिए आज प्रभु का वचन हम सुनते समय में हमारे जीवन में कुछ भी बदलावट है क्या? ഓരോ ദിവസവും നമുക്ക് ഈ വചനത്തെ അനുസരിച്ച് നമുക്ക് മുന്നേറാൻ കഴിയുന്നുണ്ടോ? एक एक दिन प्रभु का वचन को हम लोग मनन करते हुए आगे बढ़ने हो पा रहे क्या? കാരണം ഈ വചനം നമ്മൾ ക്രിയ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഓരോ ദിവസവും നമുക്ക് ഈ രക്ഷാനുഭവത്തിൽ മുന്നേറാൻ കഴിയൂ. क्योंकि अगर वचन अगर हमारे अंदर क्रिया कर रही है तो ही हम लोग आगे बढ़ सकते हैं.
നമ്മൾ രക്ഷയിലെത്തിയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ ആളുകൾ പഠിച്ചല്ലോ. हम लोग गए दिनों में आप लोग ने सुना है ना, उद्धार पाने के बाद क्या है, उद्धार में अभी आगे बढ़ते भी रहना है. അപ്പോൾ ആ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവം, ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം, ഇത് നമ്മൾ ദൈവവചനത്തിലൂടെ സാധിക്കേണ്ട ഒരു കാര്യമാണ്. तो ये उद्धार पाते रहने का अनुभव या फिर पवित्रता में होते रहने का अवस्था ये वचन के द्वारा ही होता है. അല്ലെ, ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ അവരെ യെരൂശലേമിൽ കൂട്ടിച്ചേർത്തിട്ട് അവരെ വചനം വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് നെഹമ്യാവിന്റെ പുസ്തകത്തിലെ 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. हम लोग जब इस्राएली लोग जब यरूशलेम में वो लोग जब इकट्ठा होकर वहां पर जब उनको वचन उनके सामने पढ़ते समय में उनका अवस्था क्या हुआ करके नेहम्या का पुस्तक उसका 9वां अध्याय में हम पढ़ते हैं. 9:3 में हम पढ़ते हैं. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം ഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാവബോധമുണ്ടായി, അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായി. അവരുടനെ തന്നെ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുക, അവർ മാനസാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. स्थान पर खड़े होकर दिन के एक पहर तक अपने परमेश्वर यहोवा की व्यवस्था की पुस्तक पढ़ते और एक और पहर अपने पापों को मानते और अपने परमेश्वर यहोवा को दंडवत करते रहे. आमीन. അപ്പോൾ ഇവര് വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തുണ്ടായി? तो यहाँ पर लोग वचन सुनने के बाद उनको क्या हुआ? ഭാവബോധമുണ്ടായി. उनको पाप का बोध हुआ. അപ്പോൾ അവര് മറച്ചു വെച്ചില്ല, ഏറ്റു പറഞ്ഞു. वो लोग ने वो बात को छुपाया रखा नहीं बल्कि अंगीकार किया. ദൈവവചനത്തിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? इसलिए प्रभु का वचन के द्वारा हम क्या समझते हैं प्रियो? നമുക്ക് ഓരോ ദിവസവും മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട്. हमें एक दिन मन फिरावट का जरूरत है. നമ്മൾ ഈ ദൈവവചനം എന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ യഥാർത്ഥ അവസ്ഥ ആ കണ്ണാടി നമുക്ക് കാണിച്ചു തരും. इसलिए हम लोग प्रभु का वचन जो दर्पण के समान एक आईने के समान हमारे सामने जब उनके सामने रुकते समय में हमारा कमियां हमारा पापों को उस आईने में हमें सब बातें दिखाता है. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റും ചെയ്യുന്നുണ്ടോ? क्या आज भी हमारे जीवन में हम लोग गलतियां करते हैं क्या? നമ്മൾ പാപം ചെയ്യുന്നുണ്ടോ? हम लोग पाप करते हैं क्या? അതുപോലും ആൾക്കാരെ ശ്രദ്ധിക്കാറില്ല. वो बात भी ध्यान नहीं देते. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. हमें इसलिए एक दिन हमारे जीवन में हमें परखना है. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ണാടിയിൽ നമ്മൾ അതിനെ ഒന്ന് തൂത്ത് തുടച്ച് വെക്കില്ല എങ്കിൽ ചിലപ്പോൾ അത് 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ നമ്മളെ ശരിക്കും അതിൽ കാണാൻ പറ്റാതെ വരും. मैंने बहुत बार ये विषय में कहा है कि जब हम लोग जो आईने को उस आईने को 2-3 महीने तक अगर साफ नहीं करेगा तो क्या होगा, हम जब उस आईने के सामने खड़े रहेंगे तो हमें देखने का अवस्था उसमें दिखेगा नहीं क्योंकि वो पूरा मिट्टी से चुप जाता है. ധൂൾ അപ്പോൾ ചെറിയ ചെറിയ ഇത് വന്ന് പിന്നെ നമ്മളെ ശരിക്കും കാണാൻ പറ്റാത്ത. तो छोटा छोटा धूल का भाग वहां पर आने की वजह से क्या होता है, हमें अपने आप को सही रीति से देख नहीं पाते. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ നോട്ടത്തിലൂടെയോ നമ്മുടെ കേൾവിയിലൂടെയോ നമ്മുടെ ചിന്തയിലൂടെയോ നമ്മുടെ സംസാരത്തിലൂടെയോ ഒക്കെ അനേക കുറവുകൾ തെറ്റുകൾ നമ്മൾ ഉണ്ടാകുന്നുണ്ട്. तो इसके लिए हमारी दुनिया में हम जीते सब इस दुनिया में जीने की वजह से हमारा नजर की वजह से हमारा बात करने की वजह से हमारे विचारों की वजह से कभी ना कभी किधर ना तो किधर कुछ गलतियां होता ही है. അപ്പോൾ നമ്മൾ ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഈ നമുക്ക് വന്നു പോയിരിക്കുന്ന തെറ്റുകളെ നമുക്ക് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്നത്. इसके लिए प्रभु का वचन के सामने जब हम बैठते समय में तभी हमें किया हुआ गलती का एहसास हमें होता है. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അവസാനം മാനസാന്തരപ്പെട്ടത് എന്താ, എത്ര വർഷം മുമ്പാ? तो इसके लिए मैं हमेशा एक सवाल पूछता हूँ कि आप लोग आखिरी बार मन फिराया कभी, मन फिरा कर कितना साल हो गया? ചിലർ രക്ഷിക്കപ്പെട്ട ആ സമയത്തൊന്നും മാനസാന്തരപ്പെട്ട, അതിനുശേഷം വലിയ അവർക്ക് മാനസാന്തരം ഉണ്ടായിട്ടില്ല. कुछ लोग जिस दिन नया जन्म पाया या उद्धार पाया उस दिन उन लोग ने मन फिराया, उसके बाद अपने विश्वासी यात्रा में कभी मन नहीं फिराया. അവരുടെ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ല. उन लोग ने प्रभु की उपस्थिति में अपना गलतियों को अंगीकार करके उनको छोड़ा नहीं. നമുക്ക് യഥാർത്ഥ ക്ഷമ പ്രാപിക്കാൻ കഴിയാതെ അനേക തെറ്റുകൾ നമ്മൾ കൂട്ടിവെക്കുക. हमें प्रभु की उपस्थिति में सही रीति से क्षमा का आनंद, क्षमा का बातें ना पाने की वजह से वो गलतियों को, वो पापों को इकट्ठा करके रखा है. അപ്പോൾ നമുക്ക് ദൈവവചനം കേൾക്കുന്നത് പോലും ശരിക്കും മനസ്സിലാകാൻ പറ്റാതെ വരും. जिसके वजह से प्रभु का वचन को जब आते समय में सही रीति से सुनकर समझने का अवस्था हमें नहीं हो पाता. ദൈവമക്കളെ, ഓരോ ദിവസവും നമ്മുടെ കുറവുകളെ നമ്മുടെ തെറ്റുകളെ നമ്മുടെ ദൈവത്തിൽ ഏറ്റു പറയണം. इसलिए एक दिन प्रिय हमें प्रभु की उपस्थिति में हमारे पापों को हमें अंगीकार करना है. എന്നാ വചനം പറയുന്നേ? ऐसा वचन कहता है. 1 യോഹന്നാൻ 1:9 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. पहला യോഹന്ന 1:9 आप लोग को याद रहेगा. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. पढ़ेंगे पहला യോഹന്ന 1:9. यदि हम अपने पापों को मान ले
तो वह हमारे पापों को क्षमा करने और हमें सब अधर्म से शुद्ध करने में विश्वास योग्य और धर्मी है। आमेन। അപ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. इसलिए हमें पाप का अंगीकार करने का अनुभव होना एक अनुभव होना जरूरी है। നമുക്ക് നമ്മുടെ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു പാപബോധം നമുക്ക് ഉണ്ടാകണം. क्योंकि प्रभु का वचन सुनते समय में पाप का बोध हमारे अंदर आना है। ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ അറിയാവോ? आज बहुत से लोगों के जीवन में अवस्था क्या हो गया है, അവര് തങ്ങളുടെ തെറ്റുകളെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല. उन लोग के जीवन में हुआ गलतियों को वो बात को वो लोग एहसास नहीं होकर अंगीकार नहीं कर पाते। നമ്മൾ ഇരമ്യാവ് 8:6 ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു, അവർ നേരിൽ സംസാരിച്ചില്ല. അയ്യോ ഞാൻ എന്ത് 8:6 ഇരമ്യാവ് 8:6 അയ്യോ ഞാൻ എന്തു ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിച്ചില്ലെന്ന്. എത്ര ഭയങ്കരമായ കണ്ടോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് അനേക വിശുദ്ധന്മാരിൽ കാണാൻ കഴിയുന്ന ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ അവിടെ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്. यहाँ पे प्रभु का दास ने देखो किस रीति से लोग विश्वासियों का अनुभव का क्या बातें है उसको स्पष्ट में लिखा है 8:6। मैंने ध्यान देकर सुना परंतु ये ठीक नहीं बोलते, इनमें से किसी ने अपनी बुराई से पछताकर नहीं कहा हाँ बस हाँ ठीक आगे बढ़ो। हाय मैंने यह क्या किया है। हाँ देखो यहाँ कोई भी विश्वासी आज इस रीति से मन फिराता है या पश्चाताप नहीं करता। അയ്യോ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു അയ്യോഭാവം വേണം. അയ്യോ ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിച്ചില്ല. हाय मैंने इतना बड़ा गलती किया है बोलकर इस तरह का ये मैंने क्या कर दिया है बोलकर वो लोग अपना गलती का एहसास ना किया, मन नहीं फिराया। हाय करके मतलब मैंने कुछ गलती किया है गलत किया करके वो हाय का अवस्था हमारे जीवन में नहीं हो रहा। നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവമക്കളെ ഇന്ന് അനേകരും ഇന്ന് വിശ്വാസ ജീവിതത്തിൽ ഇടറിക്കൊണ്ടിരിക്കുകയല്ലേ. इसलिए प्रिय आज जाने अनजाने में हमें से बहुत लोग काफी लोग ऐसा है विश्वास के जीवन में ठोकर खाकर गिर रहे हैं। എന്തുകൊണ്ടാണ് ഇടറുന്നേ? ऐसा क्यों ठोकर खाते हैं? നമ്മൾ ഈ കേൾക്കുന്ന വചനാനുസരണം നമ്മളെ തന്നെ ക്രമീകരിച്ച് ജീവിക്കാൻ നമ്മൾ ഉത്സാഹിക്കുന്നില്ല. क्योंकि प्रभु का वचन को जो सुनता हुआ वचन को वो हमारे जीवन में सही रीति से कार्य कर कर हमें सुधार में चलाने के लिए जो वचन आता है उस बात को सुधारने के लिए हम तैयार नहीं है। ഒന്നാമത്തെ കാര്യം പലർക്കും ആത്മീയ ജീവിതത്തിൽ വളരാനുള്ള ഒരു ഉത്സാഹമില്ല. सबसे पहली बात बहुत लोगों को आत्मिक जीवन में बढ़ने के लिए उत्साह नहीं है। അവരുടെ ധാരണയൊക്കെ ഞാൻ രക്ഷിക്കപ്പെട്ടു ഇനി അതിൽ നരകത്തിൽ പോയല്ലോ, നീ കിട്ടുന്നതൊക്കെ കിട്ടിയാൽ മതി, ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെയുള്ള ചില ചിന്താഗതിയാണ് പലർക്കും. कुछ लोगों को एक बहुत बड़ा गलत फहमी क्या होता है, चलो मैंने नया जन्म तो पा लिया ना, बस हो गया, अभी मैं नरक में नहीं जाएगा, अब जो बातें मिल रहा है उतना मिल जाएगा बोलकर इस तरह के धारणा में लोग चले जाते हैं। ദൈവമക്കളെ നമ്മൾ വഞ്ചിക്കപ്പെടരുതേ. इसलिए प्रिय इस तरह का धोखा ना खाए, നമ്മൾ ദൈവഹിതത്തിൽ നിന്ന് പുറത്തു പോകല്ലേ. हम लोग प्रभु के इच्छा से बाहर ना निकले, നമുക്ക് ദൈവഹിതത്തിൽ നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. प्रभु का इच्छा में हमें बना रहना चाहिए। നമ്മൾ 1 പത്രോസ് 2:8 ഒരു നല്ല മുന്നറിയിപ്പുണ്ട്. അവർ വചനം അനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു. നമ്മൾ വായിക്കുന്നത് അവർ വചനം അനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു. पहला पत्रोस 2:8 में उसका बी पार्ट में पढ़ते हैं कि वो लोग वचन को मानना नहीं मानते इसलिए लोग ठोकर खाए। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കണം. इसलिए हमें हमारे जीवन में प्रभु का वचन को हमें मानना है। ഈ വചനം അനുസരിക്കാതെ ഞാനൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. इसलिए मैं एक बात बताना चाहता हूँ, आप लोग ध्यान से सुनना। പറഞ്ഞാല് പല വാക്യങ്ങളെയും നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. क्योंकि बहुत से वाक्यों को हम लोग गलत रीति से समझते हैं। നമ്മള് റോമർ 10:13 വായിക്കുന്നത്, रोमियो 10:13 में हम पढ़ते हैं, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. प्रभु का नाम को पुकारने वाला सभी लोग उद्धार पाएंगे। അപ്പം കർത്താവിന്റെ നാമം ഞാൻ എടുത്തതാണല്ലോ. तो प्रभु का नाम को तो मैंने ले लिया है ना। അതേ അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും പറയുന്നുണ്ട്, उसी का अध्याय का 9 में भी हम पढ़ते हैं, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. जल्दी 9 पढ़ेंगे। यदि तू अपने मुंह से यीशु को प्रभु जानकर अंगीकार करे और अपने मन से विश्वास करे कि परमेश्वर ने उसे मरे हुओं में से जिलाया तो तू निश्चय उद्धार पाएगा। तू निश्चय उद्धार पाएगा। അപ്പോൾ ഇവിടെ വചനമൊക്കെ നമുക്ക് ഈ വചനമൊക്കെ നമ്മൾ മുറുകെ പിടിക്കും. तो ये सब वचन, ये 2 वचनों को हम लोग एकदम पकड़ के रखते हैं। ഇതിങ്ങനെ ഒരുപാട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. इस तरह की बातें तो बहुत जगहों पे लिखा है। നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന് 21-ാം വാക്യം വായിക്കുമ്പോൾ, प्रेरितों का कार्य 2:21 में हम पढ़ते हैं, എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. प्रेरितों का कार्य 2:21। और जो कोई प्रभु का नाम लेगा वो उद्धार पाएगा। അപ്പോൾ അവിടെ കർത്താവിന്റെ നാമം എടുക്കുന്നവരൊക്കെ രക്ഷിക്കപ്പെടും അല്ലേ. यानी प्रभु का नाम को जो भी पुकारेगा वो लोग सब बच जाएंगे ना। അപ്പോൾ നമ്മൾ ഈ ദൈവവചനത്തെ നമ്മൾ അത് ശരിക്കൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലോ, लेकिन ये बातों को अगर हम सही रीति से समझे नहीं तो
അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? उसको कैसा समझेंगे? അതുകൊണ്ട് നമുക്ക് ഈ ദൈവവചനത്തെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു അറിവ് വേണമെന്ന് പറയാൻ കാരണം इसीलिए हमें प्रभु का वचन के विषय में सही रीति का जानकारी होना जरूरी है. നമ്മളിപ്പോ അങ്ങ് പിന്നെ ദൈവരാജ്യത്തിലെ എത്തും അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുക. हम लोग को ऐसा लग रहा है कि अभी हम लोग डायरेक्टली स्वर्ग राज्य में या प्रभु का राज्य में प्रवेश कर लेंगे करके ऐसा हम लोग सोच के रखे हैं. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? लेकिन उसके पीछे एक सच्चाई भी है, वो बात को भी समझना है ना. ഞാനൊരു വാക്കോടെ കർത്താവ് പറഞ്ഞൊരു വാക്യം ഓർപ്പിക്കട്ടെ. इसी के साथ साथ मैं प्रभु ने जो बोला वो वाक्य मैं पढ़ाना चाहता हूँ. ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കണേ. आप लोग ध्यान से पढ़ना. നിങ്ങളുടെ ബൈബിൾ ഉണ്ടല്ലോ? आप लोग सबके पास बाइबल रहेगा ना. ലൂക്ക 7:46. लूका का पुस्तक उसका 7 का 46. അല്ല 6:46. ओके 6 का 46 में हम पढ़ते हैं. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. प्रभु यहाँ पर एक सवाल पूछता है. 46 पढ़ेंगे. जब तुम मेरा कहना नहीं मानते तो क्यों मुझे हे प्रभु कहते हो? हाँ, मेरा कहना नहीं मान रहे लेकिन फिर भी मुझे हे प्रभु कह रहे हो. അവര് വിളിക്കുന്നത് കർത്താവേനാ. तो लोग बुला रहे हे प्रभु करके. അവര് യേശു അവരുടെ കർത്താവാണെന്ന് അവർ വിശ്വസിക്കുന്നത്. और लोग विश्वास कर रहे हैं कि यीशु उनका प्रभु है करके. പക്ഷെ അവര് കർത്താവ് പറയുന്നത് മാത്രം അനുസരിക്കുക. लेकिन प्रभु जो बोलता है वो बात वो लोग सुनते नहीं, मानते नहीं. ചില അമ്മമാര് പറയാറുണ്ട്, എന്റെ ഈ മോനാണ് വളരെ നല്ല മോനാ, അവനെല്ലാം കേൾക്കും, ഒറ്റ കുഴപ്പമുള്ളൂ, അനുസരിക്കുക. कुछ मान लो ऐसा अपने बच्चों के बारे में गवाही देता, मेरा बेटा ना बहुत प्यारा बेटा है, बहुत छोरा लड़का है, मैं सब जो भी बात में बोलता है ना वो सब सुनता है, सिर्फ एक बात की कमी है, मैं जो बोलता है वो मानता नहीं. അത് മതിയോ? എല്ലാം കേൾക്കും, പക്ഷെ ഒരു ഒറ്റ കുഴപ്പമുള്ളൂ, ഒരു കുറവ്. അതാ പറഞ്ഞേ, ഒരു കുറവ് മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കുറവ് നമ്മളെ ദൈവരാജ്യത്ത് നിന്ന് പുറത്താക്കും. तो इसके लिए माओ का गवाही है, वो सब बातें सुनता है, सिर्फ एक कमी है प्रियो, एक कमी है, काफी है हमें प्रभु का राज्य से बाहर निकालने के लिए. അപ്പോൾ നമ്മൾ ഈ കർത്താവ് പഠിപ്പിച്ചതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കണേ. इसलिए प्रभु ने हमको जो बातें सिखाया है वो बात को हमें सही तरीके से समझना है. നമ്മൾ ദൈവവചനത്തിന്റെ ആ സത്യത്തിൽ നമ്മൾ നിൽക്കണം. इसलिए प्रभु का वचन का सत्य में हमें बने रहना है. നമ്മൾ കർത്താവായി യേശുക്രിസ്തുവിനെ കർത്താവായി കൈക്കൊണ്ടെങ്കിൽ അവിടെ നമ്മുടെ കർത്താവ് തന്നെയായിരിക്കണം. तो अगर हमें प्रभु यीशु मसीह को प्रभु बोलकर अगर हम अंगीकार कर रहे हैं, विश्वास कर रहे हैं, तो वो हमारे जीवन में प्रभु रहना चाहिए. കാരണം ഈ കർത്താവിന്റെ കർത്തൃത്വം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലേ നമ്മൾ കർത്താവിനെ അനുസരിക്കും. क्योंकि ये यीशु का प्रभु को बोलते समय में उनका प्रभुत्व को अगर हम स्वीकार कर प्रभुत्व में बना रहेंगे तो ये कार्य होगा. നമ്മള് കർത്താവ് പഠിപ്പിച്ച പിന്നെ മലയിലെ പ്രസംഗത്തില് മത്തായി 7:21 എന്താ പറഞ്ഞേ? मत्ती 7:21 में पहाड़ी उपदेश में प्रभु ने कहा, मैथ्यू 7:21, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കടക്കണമെങ്കിൽ നോക്കണം, ഇപ്പൊ വിളികൊണ്ട് മാത്രം കിടക്കുകയല്ല, കടക്കണമെങ്കിൽ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. पढ़ेंगे 7:21. जो मुझे हे प्रभु कहता है उनमें से हर एक स्वर्ग के राज्य में प्रवेश न करेगा. देखो, जो लोग मुझे हे प्रभु बोलते हैं उनमें से हर एक लोग परमेश्वर राज्य में प्रवेश नहीं करता, बल्कि परमेश्वर का राज्य में कौन प्रवेश करता है? जो मेरे स्वर्गीय पिता की इच्छा पर चलता है. हाँ, इसलिए मैं प्रभु बोल रहा हूँ बोल के मैं राज्य में प्रवेश करूंगा सोचना बहुत बड़ा गलत है. നമ്മൾ ശ്രദ്ധിക്കണേ, हमें समझना एक बात को. ഈ ചിലർ വിചാരിക്കുന്നത് പറഞ്ഞാല് ഞാൻ കർത്താവിനെ കർത്താവായിട്ട് സ്വീകരിച്ചു, ഞാൻ സ്നാനപ്പെടുകയും ചെയ്തു, ഇനി ഞാൻ ഒരു നീതിമാനാണ്, ഞാൻ ഇനി ഒരു കാരണവശാലും നരകത്തിൽ പോയി കഴിഞ്ഞു. तो अभी कुछ लोग क्या विषय धारणा क्या है कि मैंने प्रभु यीशु मसीह को मैंने उद्धारकर्ता के रूप में मैंने स्वीकार है, वो मेरा प्रभु है, मैं बपतिस्मा कर लिया, मेरा बपतिस्मा भी हो गया, मैं अभी धर्मी जन हूँ, अभी मैं कोई भी कारण में नरक में नहीं जाऊंगा. തെറ്റിദ്ധരിക്കരുതേ. तो लेकिन गलत नहीं हो, गलत फहमी में नहीं पढ़ना. ഇത് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ദൈവമക്കളുള്ള ബന്ധത്തിലല്ല ഈ പറയുന്നത്. ये वास्तव में नया जन्म पाए हुए लोगों के बारे में नहीं था अभी हमने जो पढ़ा. कारण उसके बाद भी एक बात है, യഥാർത്ഥ വീണ്ടും ജനിച്ച ഒരു വ്യക്തി പുതിയ സൃഷ്ടിയാണ്. क्योंकि जो वास्तव में जो नया जन्म पाया है वो एक नया सृष्टि है. അവൻ ക്രിസ്തുവിലായപ്പോൾ പുതിയ സൃഷ്ടിയായെന്ന 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നു. दूसरा कोरिन्थी 5:17 में हम पढ़ते समय में जो कोई मसीह में है वो एक नया सृष्टि है करके हम पढ़ते हैं. അവന്റെ ജീവിതം പൂർണ്ണമായും മാറ്റപ്പെട്ടു. उसका जीवन पूरा रीति से बदल चुका है. എന്നാൽ ഇവിടെയോ, लेकिन यहाँ पर ഇവിടെ ഈ കർത്താവ് എന്നുള്ള വിളിയുണ്ട്, പക്ഷെ കർത്താവിനെ അനുസരിക്കുന്ന സ്വഭാവമില്ല. लेकिन इधर विषय क्या है? प्रभु करके पुकार तो रहे लेकिन उनको मान नहीं रहा, उनका आज्ञा का पालन नहीं कर रहे हैं. അപ്പോൾ നമ്മൾ ഈ സ്വർഗരാജ്യ
രാജ്യത്തിൽ കിടക്കണമെങ്കിൽ നമ്മുടെ ഈ വിളി മാത്രം പോരാ, സ്വർഗീയ പിതാവിനെ അനുസരിക്കുന്നവരായിരിക്കണം. तो इसके लिए राज्य में प्रवेश करने के विषय में जब आते हैं समय में सिर्फ प्रभु प्रभु बोलने से काफी नहीं है, बल्कि पिता का इच्छा को भी मानना है, കാരണം അവിടത്തേക്ക് നമ്മുടെ കർത്തൃത്വം കൊടുത്തിരിക്കണം. क्योंकि उनको हमारा प्रभुत्व देना जरूरी है. നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് എല്ലാത്തിനും ആദർശം. तो इसके लिए ये सब बातों में प्रभु यीशु मसीह है हमारा आदर्श. അല്ലെ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ നോക്കണം. विश्वास का कर्ता और उसको पूर्ति करने वाले यीशु को हम लोग ध्यान पूर्वक देखें. കർത്താവാണ് നമുക്ക് എല്ലാത്തിനും മാതൃക. प्रभु यीशु मसीह है जो हमारे सब बातों में आदर्श और एक नमूना. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പിതാവ് പുത്രന് നൽകിയവരാണ് ഈ രക്ഷിക്കപ്പെട്ടവർ. तो क्योंकि जिस उद्धार पाया मतलब कौन है? पिता ने जिन जिन लोगों को पुत्रों को हाथ में दिया वो लोग हैं नया जन्म पाए हुए लोग. നിങ്ങൾ ഈ വചനം ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. आप लोग ये वचन को सही रीति से समझना. നമ്മള് വചനം കുറച്ചൊക്കെ മനസ്സിലാക്കി ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ വഞ്ചിക്കപ്പെടും. क्योंकि वचन को हम लोग जानते हैं करके बोलते हैं, लेकिन उसका सही अर्थ, उसके पीछे सही लक्ष्य उद्देश्य क्या है नहीं समझेंगे तो हम धोखा खा सकते हैं. അപ്പോൾ നമ്മള് ഇപ്പൊ കർത്താവ് പിതാവിനാൽ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടു. तो इसके लिए अभी हम प्रभु हम देखते हैं पिता की इच्छा के अनुसार इस दुनिया में आया. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും അയക്കപ്പെട്ടവരാ. तो इसकी उसी तरह हम लोग उद्धार पाए हुए सभी लोग हम लोग भेजे हुए लोग हैं. मैं അല്ലെ, അത് നിങ്ങൾക്ക് സംശയമില്ല. उस बात में कोई शक नहीं होगा. അല്ലെ, നമുക്ക് ഞാൻ വേണമെങ്കിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിപ്പിക്കാം. उसी के आधार पे एक दो वाक्य क्षेत्र में पढ़ाता हूँ. നിങ്ങൾക്ക് സംശയം ഇല്ലെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾ പിന്നെ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ मैं विश्वास करता हूँ आप में से काफी लोगों को शक नहीं होगा करके, लेकिन अगर एक दो किसी को शक है उनके लिए वाक्य पढ़ाना चाहता हूँ. യോഹന്നാൻ 17:18 യോഹന്നാൻ 17:18 നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. पढ़ेंगे. जैसे तूने मुझे जगत में भेजा हाँ. वैसे ही मैंने भी उन्हें जगत में भेजा. ആരെയാ? किसके बारे में है? പിതാവ് പുത്രന് നൽകിയവരെ പുത്രൻ നിത്യജീവൻ കൊടുത്ത് രക്ഷിച്ച് അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുക. मतलब पिता ने पुत्र को जिन जिन लोगों को दिया वो पुत्र ने उनको अनंत काल का जीवन देकर उनको जगत में भेज दिया है. അപ്പോൾ പുത്രൻ ആ ശിഷ്യന്മാരോട് പറഞ്ഞ അവസാന വാക്ക് സ്വർഗത്തിലേക്ക് പോകണ മുമ്പ് പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തേ. और प्रभु जब स्वर्गवास होते समय में भी आरोहण होते समय में भी वहां पर प्रभु ने एक बात कहा. 20:21 അതേ യോഹന്നാൻ യോഹന്നാൻ का 20:21 में യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. हाँ 20:21 पढ़ेंगे. यीशु ने फिर उनसे कहा, तुम्हें शांति मिले. जैसे पिता ने मुझे भेजा है वैसे ही मैं भी तुम्हें भेजता हूँ. അപ്പോൾ പിതാവ് പുത്രനെ അയച്ചതുപോലെയാണ് നമ്മളെ അയച്ചിരിക്കുന്നത്. जिस तरह पिता ने पुत्र को भेजा है, जिस तरीके से भेजा है उसी रीति तरीके में हमें भी भेजा है. അപ്പോൾ പുത്രനാണ് നമുക്ക് മാതൃക. पुत्र है हमारे लिए आदर्श. പുത്രൻ എന്താ ചെയ്തേ? पुत्र ने क्या किया? പുത്രൻ ഒരു കാര്യം പറഞ്ഞു നോക്കണം. पुत्र ने एक बात कहा है. നമ്മള് പിന്നെ പുത്രൻ ചെയ്തത് നമ്മൾ പഠിക്കണം. അതിന്റെ 6 യോഹന്നാൻ 6:38 पुत्र ने जो किया है उसका 6 का യോഹന്നാൻ 6:38 में हम पढ़ते हैं. ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. हमें पढ़ेंगे യോഹന്നാൻ 6:38 क्योंकि मैं अपनी इच्छा नहीं वरन अपने भेजने वाले की इच्छा पूरी करने के लिए स्वर्ग से उतरा हूँ. मैं അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനാൽ അയക്കപ്പെട്ടവരാണെങ്കിൽ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം. इसके लिए अगर हमें भी अगर प्रभु यीशु मसीह के द्वारा अगर भेजा गया है तो जिसने हमें भेजा है उनका इच्छा के अनुसार करना ही है हमारी जिम्मेदारी. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ അയച്ചവന്റെ ഇഷ്ടമാണോ നമ്മൾ ചെയ്യുന്നത്? इसके लिए हमें जिसने हमें भेजा है उनका इच्छा हम कर रहे हैं क्या? നമ്മൾ കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കർത്തവ്യം, हम लोग जब प्रभु के पीछे होते समय में हमें करने वाला सबसे बड़ी बात है. നമ്മൾ ലൂക്കോസ് 9:23 പറയുന്നുണ്ട്. लूका 9:23 में हम पढ़ते हैं. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. 9:23 पढ़ेंगे लूका. यदि कोई मेरे पीछे आना चाहे तो अपने आप से इनकार करे और प्रतिदिन अपना क्रूस उठाए हुए मेरे पीछे हो ले. അപ്പോൾ നമ്മൾ അതാ മനസ്സിലാക്കണ്ടേ. ये बात हमें समझना है. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക്
നമ്മളെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളെ എല്ലാം ത്യജിക്കാൻ കഴിയണം. इसलिए प्रतिदिन हमारे इच्छाओं को, हमारे स्वयं के आग्रहों को नकारने के लिए होना चाहिए. അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുക്കണം. अपने आप को इनकारे और प्रतिदिन अपना क्रूश उठाकर मेरे पीछे हुए. ക്രൂശ് എടുക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. क्रूश उठाने का मतलब आप समझते हैं ना? യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ജീവിക്കുന്ന ക്രൂശ് എടുക്കുന്നത്. मतलब सही रीति से पिता का इच्छा क्या है जानकर जीना ही है क्रूश उठाना. Praise the Lord. मैं നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കുന്നതല്ല. हमारे इच्छा के अनुसार जीना नहीं. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മൾ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവിക്കുന്നത് ക്രൂശ് എടുത്തുള്ള ജീവിതം. तो उसके लिए जो प्रभु का इच्छा क्या है, जो समझा है, वो वास्तव में क्रूश उठा लिया है. കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോഴെല്ലാം എപ്പോഴും ക്രൂശ് എടുത്താ ജീവിച്ചത്. क्योंकि प्रभु यीशु मसीह दुनिया में जीते समय में वो हमेशा क्रूश उठाकर ही जीता था. അതിന് തെളിവെന്താ? उसका सबूत क्या है? യോഹന്നാൻ 4:34. യോഹന്നാൻ 4 का 34 में हम पढ़ते हैं 4:34. നിങ്ങൾ ദൈവമക്കളെ വളരെ ശ്രദ്ധിക്കണം. इसलिए प्रियो आप लोग ध्यान से समझना. നിങ്ങൾ വചനം എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. वचन को कैसा भी समझते या वैसा नहीं. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ ഇച്ചിരി ആഴമുള്ള കാര്യങ്ങളായതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആത്മാവിലിരുന്ന് കേട്ടാലേ മനസ്സിലാവുള്ളൂ. इसके लिए ये सब गहराई की बातें हैं. इसके लिए प्रार्थना पूर्वक प्रभु की उपस्थिति में बने रहेंगे तो ही समझ पाएंगे. നമ്മുടെ ഈ ക്ലാസ്സുകളൊന്നും അത്ര ചെറിയൊരു ക്ലാസ് അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. क्योंकि ये हम जो भी क्लास अभी ले रहे हो कोई साधारण क्लास नहीं है, समझ लेना आपने. നിങ്ങൾ ആ നിലയിൽ കർത്താവിൽ വളർന്നു എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ആഴമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. मैं विश्वास करता हूँ कि आप उस अवस्थे तक आप मुकाम में पहुंच चुके हैं, इसलिए मैं वो गहराई का बातें आप लोगों को बताता हूँ. അല്ലാതെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ഈ ലോകം കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ആ ബാലിശമായിരിക്കുന്ന അല്ലെങ്കിൽ ആത്മീയ കോളത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. നമ്മൾ ക്രിസ്ത്യാനിരൂപരായി തീരുന്ന ആഴമേറിയ സത്യങ്ങൾ. तो इसके लिए ऐसा करो वैसा करो तो तुम्हें संसार में बहुत लाभ होगा करके इस तरह की बातें, जो बचपना की बातें हैं, जो वो बातें नहीं बल्कि मसीह की गहराई की बातें, जो हमें प्रभु का राज्य में हमको फायदा होगा, लाभदायक बातें, वो गहराई की बातें मैं आप लोगों को बता रहा हूँ. കുഞ്ഞുങ്ങളായിട്ട് കളിപ്പിക്കുന്ന പോലെ അങ്ങനെയുള്ള കളിപ്പിരുന്നു നല്ലത്. बच्चे को लेकर बच्चे को लेकर हम लोग कैसा उनको खिलाकर उनको हंसी मजाक से उनको बात करते, वैसा बहलाकर नहीं कर रहा. ഇത് നിങ്ങൾ ശരിക്കും ആത്മീയമായിട്ട് പക്വത പ്രാപിച്ചതായതുകൊണ്ട് വീണ്ടും അതിന്റെ സിദ്ധതയിലേക്ക് വളരാൻ വേണ്ടിയുള്ള ആഴമായ വചനങ്ങളാണ്. क्योंकि आप लोग सब लोग आत्मिकता की बढ़ोतरी में आप लोग बढ़ते जा रहे हैं, उस बढ़ोतरी में सिद्धता पर पहुंचे, ये आग्रह से मैं बता रहा हूँ. അപ്പോൾ കർത്താവ് എല്ലാ ദിവസവും ക്രൂശ് എടുത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? तो प्रभु प्रतिदिन क्रूश उठाकर चला बोला तो हम उसको कैसा समझेंगे? കർത്താവ് ഒരിക്കലും തന്റെ ഇഷ്ടത്തിന് ജീവിച്ചില്ല. यानी कि प्रभु कभी भी अपना इच्छा के लिए नहीं जिया, തന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ചു. बल्कि उनने भेजा हुआ पिता के इच्छा के अनुसार ही जिया. അതാണ് വിലപ്പെട്ട കാര്യം. वही तो उसका मूल्यवान बात है. നമ്മൾ ആ യോഹന്നാൻ 3:34 വായിച്ചില്ല, വായിക്കാൻ പോവുകയാണ്. 3:34 हम पढ़ेंगे. യോഹന്നാൻ യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. അപ്പം തന്റെ ആഹാരം എന്താണ്? 4:34, 3 नहीं, सॉरी 4:34. 4:34 പറഞ്ഞു. ഇപ്പൊ 3 പറഞ്ഞു. ഞാൻ പറഞ്ഞോ? सॉरी 4:34. ഓക്കെ 4:34 അതിൽ എടുത്തു वही मैंने 4:34 पढ़ेंगे. बोलने में गलती हो गया, सॉरी. 4:34. मेरा भोजन यह है कि अपने भेजने वाले की इच्छा के अनुसार चलूं और उसका काम पूरा करूं. हाँ, मेरे भेजने वाले का इच्छा पूरा करो, यही मेरा भोजन है. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ ഹിതത്തെ ത്യജിച്ചുകൊണ്ട് ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. इसलिए हमेशा प्रतिदिन हमें अपना इच्छा को हमें नकार कर प्रभु का इच्छा क्या है उसको पहला स्थान देना है. നമുക്കറിയാം, നമ്മൾ 1 കൊരിന്ത്യരിൽ 10-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പോലും പറയുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 10:31. पहला कोरिन्थी 10:31 में हम पढ़ते हैं. 1 Corinthians 10:31. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യണം. इसके लिए हाँ पढ़ेंगे 10:31. इसलिए चाहे तुम खाओ चाहे पियो चाहे जो कुछ करो सब कुछ परमेश्वर की महिमा के लिए करो. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം കർത്താവിന്റെ മഹത്വമായിരിക്കണം. इसके लिए हमारे क्रियाओं का सब पीछे का लक्ष्य क्या है? पिता का इच्छा को पूरा करने के लिए, प्रभु को महिमा देने के लिए. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു എല്ലാ കാര്യത്തിലും പിതാവിന് മഹത്വം കൊടുത്തു. इसलिए प्रभु यीशु मसीह सब बातों में पिता परमेश्वर को महिमा दिया. പിതാവിന്റെ ഇഷ്ടത്തിൽ മാത്രം നിന്നു. पिता का इच्छा के लिए ही जिया. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് എല്ലാത്തിലും കർത്തൃത്വം കൊടുക്കണം. इसके आज भी हमारे जीवन में सब प्रभु की बातों को प्रभु प्रभुत्व देना है. കർത്താവിന് മഹത്വം കൊടുക്കണം. प्रभु को महिमा देना है.
നമ്മൾ തിന്നാലും കുടിച്ചാലും അതിലും ദൈവത്തിന് മഹത്വം ഉണ്ടാവും. यानी हम लोग खा रहे हैं या पी रहे हैं, वो करते समय में भी परमेश्वर को महिमा देना है. അത്രയല്ല, कितना ही उतना ही नहीं. നമ്മള് കൊളോസ്യർ 3:17 വായിക്കുമ്പോൾ कोलोसे 3:17 में हम पढ़ते हैं, വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന് മഹത്വം ഉണ്ടാകണം. हमें 3:17 पढ़ेंगे कोलोसियो. वचन में या काम में जो कुछ भी करो सब प्रभु यीशु के नाम से करो और उसके द्वारा परमेश्वर पिता का धन्यवाद करो. तो वचन हो या क्रिया हो, जो भी बातों में सब में पिता परमेश्वर को पुत्र के द्वारा महिमा होना चाहिए, धन्यवाद देना चाहिए. അപ്പോൾ വാക്കിനാലും ക്രിയയാലും तो इसलिए वाक शब्द के द्वारा, क्रिया के द्वारा, തിന്നാലും കുടിച്ചാലും खाओ या पियो, അല്ലെ ഇനി നമ്മളങ്ങ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കാതിരിക്കട്ടെ. या जरा सोचो अगर हम प्रचार के लिए भी अगर हम खड़े हैं तो പ്രസംഗിക്കുമ്പോഴും എന്ത് ചെയ്യണം? प्रचार करते समय भी क्या करना है? അവിടെയും കർത്താവ് മഹത്വം എടുക്കണം. उधर भी प्रभु ही महिमा लेना चाहिए. 1 പത്രോസ് 4:11 എന്താ വായിക്കുന്നത്? पहला पत्रोस 4:11 में हम क्या पढ़ते हैं? ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മുഖമൂലം മഹത്വപ്പെടുവാനിട വരട്ടെ. पढ़ेंगे 4:11. यदि कोई बोले तो ऐसा बोले मानो परमेश्वर का वचन है. यदि कोई सेवा करे तो उस शक्ति से करे जो परमेश्वर देता है, जिससे सब बातों में यीशु मसीह के द्वारा परमेश्वर की महिमा प्रकट हो. जिसमें सब बातों में परमेश्वर का महिमा प्रकट हो. എത്ര വലിയ കാര്യമാണ്! कितना बड़ी बात है. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ക്രൂശെടുത്തുള്ള ജീവിതത്തിന്റെ അർത്ഥം ശരിക്കും ഗ്രഹിക്കുന്നുണ്ടോ? इसीलिए हमारे जीवन में क्रूश उठाकर चलने का सही अर्थ हम समझ पा रहे हैं क्या? ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ തിന്നാലും കുടിച്ചാലും നമ്മൾ തീറ്റക്കുടിയിൽ പോലും കർത്താവിന് മഹത്വം ലഭിക്കാനിടയാണ്. तो इसके लिए हमारे खाने में पीने में, जैसे पहले भी कहा, मतलब उस खाने का अवस्था में भी प्रभु महिमा लेना चाहिए. ഈ പൗലോസ്ലിയുടെ ജീവിതത്തിൽ ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്, ഞാനത് ഓർപ്പിക്കാൻ വേണ്ടി പറയുക. पौलुस के जीवन में एक अनुभव लिखा है, वो बस याद दिलाने के लिए मैं पढ़ाना चाहता हूँ. 1 കൊരിന്ത്യർ 8:13 पहला कोरिन्थी 8:13 में हम पढ़ते हैं. फर्स्ट कोरिन्थियंस 8:13. ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരും എങ്കിൽ എൻ്റെ സഹോദരനെ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. पढ़ेंगे 8:13. इस कारण यदि भोजन मेरे भाई को ठोकर खिलाए तो मैं कभी किसी रीति से मांस न खाऊंगा, न हो कि मैं अपने भाई के लिए ठोकर का कारण बनूं. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ തിന്നുന്ന ഭക്ഷണം നിമിത്തം മറ്റൊരുത്തിന് ഇടർച്ച വരുത്തുന്നെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുമോ? तो इसके लिए एक सवाल आता है, तो आप जो खाना खाने का भोजन के विषय में, उस भोजन खाने से किसी कमजोर भाई को अगर ठोकर हो रहा है तो उसको हम लोग वो खाने को नकारने के लिए हम लोग तैयार है क्या? നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ये सब बातें समझने के लिए आप लोगों को थोड़ा तकलीफ होगा, എന്നാൽ എനിക്കതൊരു അനുഭവമാണ്. लेकिन ये मेरे लिए एक अनुभव है. ഞാനത് നിങ്ങളോട് പറയാം. मैं बताना चाहता हूँ. ഞാൻ ആർമിയിൽ സർവീസ് ചെയ്തിരിക്കുമ്പോൾ मैं जब आर्मी में सेवा कर रहा था, എൻ്റെ കൂട്ടത്തിൽ അനേക ബ്രാഹ്മണന്മാര് അങ്ങനെയുള്ള പൂജാരികളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. मेरे साथ काम करने के लिए बहुत सारे ब्राह्मण लोग और पुजारी लोग मेरे साथ रहते थे. അപ്പോൾ അവർക്ക് നമ്മൾ അവിടെ ആഴ്ചയിൽ 3 ദിവസം ഇറച്ചിയുണ്ട്. അപ്പം ഈ ഇറച്ചി മുട്ടയൊക്കെ തിന്നുന്നത് ഇവർക്ക് ഒരു ഇടർച്ചയാണ്. तो इसके लिए हाँ, तो उधर क्या होता है, हफ्ते में 3 बार वहां पर मांस और अंडा खाने का व्यवस्था वहां पर आर्मी सर्विस में दिया जाता था. लेकिन ये जब मांस और अंडा जो खाने का अवस्था, वो ब्राह्मण लोगों को लिए ठोकर था. അവരങ്ങനെയുള്ളവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പോലും അവർക്ക് ഇഷ്ടമില്ല. वो लोग ऐसे लोगों के साथ बैठकर खाने के लिए भी उनको पसंद नहीं है. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവരെ നേടണമെങ്കിൽ ഇത് ഉപേക്ഷിച്ചേ പറ്റൂ. तो प्रभु का आत्मा ने मुझे स्पष्ट रीति से कहा कि अगर मुझे उनको पाना है तो ये भोजन को मुझे छोड़ना पड़ेगा. ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കും. तो मैं उनके साथ बैठकर खाना खाता था. ഞാൻ ആ സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കുകയില്ല. तो ऐसे समय पर मैं उनके साथ ये सब भोजन के विषय में मांस को मैं नहीं लेता था. അപ്പോൾ മറ്റുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ളവർ നാമധേയരായിട്ടുള്ളവർ കഴിക്കും. लेकिन दूसरा नामधारी मसीही लोग क्या करते थे, वो सब मांस खाते थे. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ചില ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നേടാൻ കർത്താവ് സഹായിച്ചു. तो ये मेरा ये स्वभाव करने की वजह से कुछ लोगों को उद्धार में लाने, कुछ आत्माओं को उद्धार में पहुंचाने का एक कार्य, एक फायदा मुझे हुआ. അതിന് ആധാരം ഞാൻ ഈ വചനം മനസ്സിലാക്കിയത്. वो उसका आधार जब मैं ये वचन को समझा तभी हुआ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ നേടാൻ പറ്റും എന്ന് മനസ്സിലായി. तो ऐसा है, तो अगर मैं ऐसा करूं तो मैं उन लोगों को भी बचा सकता हूं करके अवस्था आया. അതിന്റെ ഫലമായിട്ട് ചിലർ ക്രിസ്തുവിലേക്ക് വന്നു. जिसके वजह से कुछ लोग मसीह में आ गए. അത് എത്ര വലുതാണെന്നറിയാമോ? वो कितना बड़ी बात है प्रियो. എനിക്ക് തോന്നുന്നു ഇപ്പൊ അവരും ഇറച്ചി കഴിക്കുന്നുണ്ടാവും, എനിക്ക് അറിയത്തില്ല.
तो मुझे पता नहीं, शायद अभी उद्धार पाया है इसलिए वो लोग शायद मांस खाते रहेगा, मुझे नहीं मालूम। കാരണം അങ്ങനെയുള്ള ചിലരെ എനിക്കറിയാം. ऐसे कुछ लोगों को मैं जानता हूँ, അവര് കഴിക്കലായിരുന്നു, പക്ഷേ ക്രിസ്തുവിൽ വന്നതിന് ശേഷം അവർ കഴിക്കാൻ തുടങ്ങി. तो वो लोग पहला वो लोग नहीं मांस खाते थे, लेकिन मसीह में आने की वजह से अभी वो लोग खाने लगे। എന്നാൽ ഞാൻ ആ ഇരുന്ന യൂണിറ്റിലെ കാര്യമല്ല. तो मैं लेकिन उस समय में बैठा हुआ यूनिट के बारे में मैं नहीं कह रहा। അപ്പോൾ ഈ വചനം അതിനെ എനിക്ക് പ്രോത്സാഹനമായി तो തോന്നി. ये वचन मेरे लिए प्रोत्साहन का कारण बना। അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലും നമുക്ക് ഊശെടുക്കുവാനായിട്ട് ഏത് കാര്യങ്ങളും നമുക്ക് കർത്താവിന്റെ മുഖത്തിന് വേണ്ടി ത്യജിക്കുവാനായിട്ട് നമ്മൾ കഴിയണം. इसके लिए हमें कोई भी बात हो, प्रभु का महिमा का जब विषय आता है, कुछ बातों का अगर इनकार करना हो तो प्रभु का महिमा के लिए उसको इनकार कर टुकराना है। നമ്മൾ ദൈവഹിതത്തിനുള്ളിലായിരിക്കണം. हम लोग प्रभु के इच्छा के अंदर बना रहना है। നമ്മൾ ഓരോ കാര്യങ്ങളിലും ഇന്നിപ്പം ഞാൻ ആ ദൈവരാജ്യത്തിലായിരിക്കുന്ന ശരിയായ അനുഭവത്തിൽ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ വചനത്തിലായിരിക്കണം. इसके लिए हम लोग प्रभु का राज्य का इच्छा के अनुसार अगर बढ़ते रहना है तो वचन में बना रहना जरूरी है। Praise the Lord. Amen. രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാവരും ദൈവരാജ്യത്തിലാണ്. हम लोग नया जन्म पाए हुए सभी लोग राज्य में हैं, എന്നാൽ അനേർക്കും ആ അനുഭവം ഇല്ല. लेकिन बहुत लोगों को ये अनुभव नहीं है। അനേകരും ആ അനുഭവത്തിൽ നിന്ന് വളരെ ദൂരെയാ. बहुत लोग इस अनुभव से बहुत दूर है। ഞാൻ പിന്നെ മേഴ്സി ആ കത്ര കൊടു. ഞാൻ ഒരു വാക്യം വായിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ അടിയാണ്. നമ്മൾ മത്തായി 5:20 വാക്യം. मत्ती 5:20 में हम पढ़ते हैं। मत्ती का सुसमाचार 5:20 में पढ़ेंगे। 5:20। क्योंकि मैं तुमसे कहता हूँ कि यदि तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से बढ़कर न हो तो तुम स्वर्ग के राज्य में कभी प्रवेश करने न पाओगे। അപ്പോൾ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങൾ പറയുന്നത് കർത്താവ് പറഞ്ഞ വാക്യമാണ്. ये प्रभु ने बोला हुआ बात है कि हमारा धार्मिकता शास्त्री और फरीसियों से भी बढ़ना है तो ही हम लोग राज्य में प्रवेश करेंगे। Praise the Lord. आमेन। അപ്പോൾ ഇവിടെ ഈ നമുക്കറിയാം ഈ വചനത്തിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് മുമ്പ് 7:21 വായിക്കുകയുണ്ടായി. हम लोग थोड़ी देर पहले मत्ती 7:21 में भी हमने पढ़ा, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ആരും അങ്ങനെയല്ല, അവരല്ല പിന്നെ സ്വർഗീയ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പറഞ്ഞു. हाँ मत्ती 7:21 हमने पढ़ा, मुझे प्रभु प्रभु बोलने वाले में से सब लोग नहीं प्रभु का राज्य में प्रवेश करेगा, लेकिन जो पिता का इच्छा करता है वही प्रवेश करेंगे। അപ്പോൾ ഇവിടെ പറയാണ് इधर हम पढ़ते हैं, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. इधर हम पढ़ते हैं कि तुम्हारा धार्मिकता फरीसी और शास्त्रियों से भी नहीं बढ़ रहा है तो तुम लोग प्रभु का परमेश्वर का राज्य में प्रवेश नहीं करोगे। അതിന് ദൈവമക്കളെ അവരുടെ ശാസ്ത്രിമാരുടെ നീതിയും അവരുടെ പിന്നെ എന്താ അവരുടെ നീതി? तो वो शास्त्री और फरीसियों का धार्मिकता क्या है? നമുക്ക് വചനത്തിൽ അത് മത്തായി 23:23 വായിക്കുമ്പോൾ हम लोग मत्ती का सुसमाचार 23 हम पढ़ेंगे। मैथ्यू 23:23। കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതുകപ്പ, ജീരകം ഇവയിൽ പലഹാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ തിരിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ആ വാക്യം വളരെ ആഴമാകട്ടോ. അവരുടെ നീതിയെ കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുക. उनका धार्मिकता के विषय में यहाँ पर हम पढ़ते हैं। 23 पढ़ेंगे। हे कपटी शास्त्री और फरीसियों, तुम पर हाय, तुम पुदीने और सौंफ और जीरे का 10वां अंश तो देते हो, परंतु तुमने व्यवस्था की गंभीर बातों को अर्थात न्याय और दया और विश्वास को छोड़ दिया है। चाहिए था कि इन्हें भी करते रहते और उन्हें भी न छोड़ते। അപ്പോൾ ഈ വാക്യമൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണ്ടേ? तो ये वाक्यों को हमें सही से समझना है ना। നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയണം. तुम्हारा धार्मिकता जो है शास्त्री और फरीसियों से भी बढ़ना है। അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് അവരുടെ നീതി? तो इधर हम पढ़ते हैं उनका धार्मिकता क्या था। അവരെന്ത് ചെയ്തു? वो लोग क्या करते थे? അവര് തുളസി, ചതുകപ്പ, ജീരകം ഇവയിലൊക്കെ പലഹാരം കൊടുക്കും. वो लोग दशांश के विषय में, टैक्स के विषय में आते समय में वो लोग क्या करते थे? वो सौंफ और वो सब पदार्थों को विषय में
खाने के विषयों में वो लोग दशांश देते थे। അപ്പൊ അവര് പതാരം കൊടുക്കും, അപ്പൊ അവര് ദശാംശം കൊടുക്കും. എന്നാ നമുക്കൊരു 11 കൊടുത്താൽ പോവോ? तो हाँ, वो लोग इस तरह का टैक्स दे रहे हैं बोलकर, वो लोग 10वां अंश दे रहे हैं बोलकर हम लोग 15 अंश देंगे, ऐसा चलेगा क्या? ചിലര് അത് മാത്രമാണ് മനസ്സിലാക്കി. कुछ लोग सिर्फ यही बात समझते हैं, वो लोग ने 10 दिया तो हम लोग 15 देंगे। അങ്ങനെയല്ല പ്രിയമുള്ളവരെ, ऐसा नहीं है प्रियो। അവിടെ അടുത്തോട് വായിച്ചേ. उसी के साथ आगे भी पढ़े, ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായ പ്രമാണത്തിൽ ഘനമേറിയത് അവർ ത്യജിച്ചു കളഞ്ഞു. हाँ, लेकिन जो न्याय है, करुणा है और विश्वास योग्यता, जो व्यवस्था में सबसे भारी बातें हैं, उसको वो लोग ने ठुकरा दिया। നമ്മൾ നോക്കണം, हमें समझना है അവര് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ളതിലെല്ലാം അവർ പ്രാഗൽഭ്യമുള്ളവരാണ്. तो यानी कि क्या, दूसरों के सामने बताने के लिए, दिखाने के लिए जो भी बातें हैं वो सब में वो लोग बहुत आगे है। അതുകൊണ്ടാണല്ലോ നമുക്കറിയാം അവരെ ദൈവം വിളിച്ചത് എപ്പോഴും കപടഭക്തന്മാരായ ശാസ്ത്രിമാരും ഗരീബന്മാരായ 8 പ്രാവശ്യം ആ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. इसके लिए यही अध्याय में 23वां अध्याय में 8 बार फरीसी और शास्त्रियों को हे कपटी करके बुलाया है। അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് ഓർപ്പിക്കാം. उसे में भी और एक बात बताना चाहता हूँ, അതിന്റെ 25-ാം വാക്യം. उसका 25वां वाक्य, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ കിണ്ഡികിണ്ണങ്ങളുടെ പുറം പിടിപ്പാക്കുന്നു. അപ്പൊ ഈ പുറമെ അവര് ജീരകത്തിന്റെ എല്ലാത്തിന്റെയും ദശാംശം കൊടുക്കും. പക്ഷെ അവിടെ അകം എങ്ങനെയാ? അകം കവർച്ചയെ അതിക്രമം നിർദ്ദേശിക്കുക. കണ്ടോ? उसका 25 पढ़ेंगे। हे कपटी शास्त्रियों और फरीसियों, तुम पर हाय, तुम कटोरे और थाली को ऊपर से तो मांजते हो, परंतु वे भीतर अंधेर और असंयम से भरे हुए तो हैं। बाहर वो लोग क्या कर रहे हैं, मतलब दिखावटी काम कर रहे हैं। जैसा पहला 23 में हमने पढ़ा, वो जो जीरा, वो सब बातों में वो लोग अच्छा टैक्स देकर, वो लोग चुंगी सब टैक्स भर के लोगों को सब अच्छे दिखाते हैं, लेकिन अंदर अभी भी अशुद्ध है। അപ്പോൾ ഇവിടെ ദൈവം കർത്താവ് പറയാണ്, अब ऐसे लोगों को प्रभु कहता है, നിങ്ങൾക്ക് ആ കഷ്ടം, तुमको है हाय, നിങ്ങൾ എന്ത് ചെയ്യുന്നു? കിണ്ഡികിണ്ണങ്ങളെ പുറം വെടിപ്പാക്കുന്നു. तुम लोग बर्तनों के सिर्फ बाहरों को तुम लोग धो के शुद्ध करते हो। അതിന്റെ अर्थം പുറം വെടിപ്പാക്കേണ്ടതല്ല. उसका मतलब ये नहीं कि बाहर की बातें शुद्ध नहीं करना, ऐसा नहीं है। അകം ശുദ്ധമാണ്, പുറം കൂടെ ശുദ്ധമാകും. क्योंकि अगर अंदर शुद्ध है तो बाहर भी शुद्ध होगा। എന്നാൽ ആദ്യം വേണ്ടത് അകം ശുദ്ധമാക്കിയായിരുന്നു. लेकिन इसके लिए पहला क्या होना चाहिए, अंदरूनी भाग शुद्ध होना चाहिए। വളരെ ശ്രദ്ധിക്കണേ. इसलिए ध्यान से समझना। അവര് കൊലയൊന്നും ചെയ്യല, പക്ഷെ അവരെന്ത് ചെയ്യും? അവര് മറ്റുള്ളവരെ വധിക്കാവുന്ന പരമാവധി വധിക്കും. അവരുടെ ഉള്ളിൽ മുഴുവൻ അവരെ കുറിച്ച് എന്താണ്? ഈർഷ്യയും പകയും വിദ്വേഷവും ഒക്കെയാണ്. तो वो लोग बाहरी रूप से किसी का खून तो करते नहीं है, लेकिन अंदरूनी अंदर दूसरे भाइयों के विषय में वो लोग इतना बुरा सोचकर घृणित करने वाला बुरा पाप करते हैं, जो खून से भी बदतर है। അവര് വ്യഭിചാരം ചെയ്യുന്നില്ല, പക്ഷെ അവർക്ക് വിടക്ക് കണ്ണുണ്ട്. वो लोग व्यभिचार नहीं करते, लेकिन उनका दुष्ट नजर है। അവരുടെ ഉള്ളിൽ മുഴുവനും അവർ പാപ ചിന്താഗതിയെ നയിച്ചുകൊണ്ടിരിക്കും. मतलब उनके हृदय के अंदर पूरा पाप के विचार के बातें ही है। ഇങ്ങനെയുള്ള പരീക്ഷ ഭക്തന്മാര് ഈ തലമുറയിലും ധാരാളം ഉണ്ട്. इस तरह का कपटी स्वभाव के विश्वासी लोग आज भी, फरीसी लोगों के समान का विश्वासी आज भी है। അപ്പോൾ കർത്താവ് പറയുന്നത് അവരുടെ ഭക്തിയെ കവിയുന്നൊരു ഭക്തി. तो उसलिए प्रभु कहता है कि उनका धार्मिकता को या उनका भक्ति को भी पार करके आगे बढ़ने वाला धार्मिकता। അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. उधर एक और बात हम देखते हैं, ഘനമേറിയതാണെങ്കിലും കനം കുറഞ്ഞതാണെങ്കിലും അവർ ചെയ്യുന്നതിനേക്കാളും കവിഞ്ഞായിരിക്കണം. मतलब भले ही वचन में भारी हो या हल्का हो, वो दोनों बातों में फरीसी और शास्त्रियों से भी ज्यादा उत्तम और श्रेष्ठता से हमें करना है। നമ്മൾ മനസ്സിലാക്കണം. हमें बात समझना है। കാരണം ഇവിടെ അവർ ചെയ്ത ആദ്യത്തെ കാര്യം അവരെ തന്നെ കാണിക്കാനാണെങ്കിലും അവരത് ചെയ്ത് അവരെ തന്നെ നീതിമാന്മാരെന്ന് കാണിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവിടെ കർത്താവ് പറയുന്നത് അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. तो इसलिए प्रभु वहां पर क्या कह रहे थे, वो लोग भले ही बाहर का बातें किया। वाक्य 23 में उसका बी पार्ट पढ़े, 23 का बी पार्ट। चाहिए था कि इन्हें भी करते रहते और उन्हें भी ना छोड़ते। देखो, मतलब उन्हें भी ना छोड़े, मतलब जो हल्का बातें हो तो तुम लोग कर रहे हो ना, उसको तुम लोग छोड़ो नहीं, लेकिन जो वजन की बातें उसको ज्यादा करना चाहिए था, मूल्यता उसको देना चाहिए था, दोनों करना है। അപ്പോൾ നമ്മൾ ഒരു കാര്യം, ചിലർക്ക് അതൊക്കെ പറയാൻ എന്തോ ഒരു പേടി പോലെയാന്ന് തോന്നുന്നു. कुछ लोगों को इस रीति से बोलने के लिए डर लगता है. അങ്ങനെയൊന്നും അല്ല പ്രിയമുള്ളവരെ. ऐसा नहीं है प्रियो. നമ്മള് കൃത്യതയോട് കൂടി വചനം പഠിപ്പിക്കണം. इसलिए हमें सही अर्थ से हमें वचन हमको समझाना है. നമ്മൾ പഠിപ്പിക്കുന്നവര് ശരിക്കും അത് ഉപദേശിച്ചില്ലെങ്കിൽ പലരും വഞ്ചിക്കപ്പെടും. क्योंकि अगर वचन को अगर सही रीति से अगर हम समझाएंगे नहीं तो सुनने वाले लोग धोखा खा सकते हैं. കർത്താവ് നീതിമാന്മാർക്ക് വേണ്ടി അല്ലെന്നേ വന്നേ. क्योंकि प्रभु धर्मी लोगों के लिए नहीं आया प्रियो. ഈ നീതിമാന്മാരെന്ന് നടിക്കുന്നവരൊന്നും അന്ന് അവിടെ കർത്താവ് കാണില്ല. तो धर्मी मतलब कौन? जो अपने आप को बता रहे कि हम लोग धर्मी लोग हैं, जो नाटक कर रहे हैं, वो लोग कभी भी प्रभु का राज्य में दिखेगा नहीं. തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് വിചാരിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാലോ. अपने आप को जो धर्मी कहलाते हैं उन लोगों के विषय में
प्रभु क्या कहता है आप लोगों को मालूम है ना? നമ്മൾ അത് വേണമെന്ന് നോക്കാം. അതിന്റെ ലൂക്കോസ് 18-ാം അധ്യായത്തിൽ അതിന്റെ ആദ്യം നമുക്ക് അതിന്റെ 9-ാം വാക്യം വായിക്കാം. लूका का पुस्तक 18 अध्याय, लूका का सुसमाचार 18 का 9 में हम पढ़ेंगे. पहला लूका 18:9. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞു. हाँ, अभी ये दृष्टांत देखो किसके लिए बोल रहा है. 18 का 9. उसने उनसे जो अपने ऊपर भरोसा रखते थे कि हम धर्मी हैं हाँ। और दूसरों को तुच्छ जानते थे, हाँ, इस प्रकार के लोगों के बारे में प्रभु ने एक दृष्टांत दिया. അപ്പൊ ഈ നീതിമാന്മാർ എപ്പോഴും അവരെ തന്നെ ദൈവമായിട്ട് കാണും. तो वो लोग, ये धर्मी लोगों का खासियत क्या है, वो लोग खुद ही एक ईश्वर है करके वो लोग सोचते हैं. അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷ ഭക്തന്മാർ ഇന്ന് ആത്മീയ ഗുണത്തിലുണ്ട്. इस तरह का फरीसी स्वभाव वाला भक्त लोग का, विश्वासी का झुंड आज भी समय में दिखेंगे. കാരണം അതിന് 11-ാം വാക്യത്തിൽ പറയുന്നത് പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ, അപ്പൊ താൻ തന്നെയാ അവന്റെ ദൈവം. तो 11 वाक्य पढ़ना, फरीसी ने कैसा प्रार्थना किया. फरीसी खड़ा होकर अपने मन में यो प्रार्थना करने हाँ, लगा, अपने मन में, हिंदी में बराबर नहीं है, उसने अपने आप को देखकर, अपने मन में मतलब वो अपने आप को प्रार्थना कर रहा है, हे परमेश्वर, मतलब वो स्वयं ही एक परमेश्वर बन गया. മറ്റുള്ളവരെല്ലാം തുച്ഛീകരിക്കുന്ന അനുഭവം. दूसरों को हमेशा तुच्छ समझकर, ये ऐसा है वैसा बोलकर तुच्छ करने वाला ആ स्वभाव. പ്രാർത്ഥന അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ധാരാളം പ്രവേശിക്കുന്നു. वो दृष्टांत आप लोगों को सही मालूम है, इसलिए मैं उसमें ज्यादा प्रवेश नहीं कर रहा. ദൈവമക്കളെ നമുക്കൊരു കാര്യം മനസ്സിലായി. इसलिए प्रभु के बच्चों, हमें एक बात समझे, നമ്മളും ദൈവവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം, हमें और प्रभु के साथ का सही रिश्ता, നമ്മൾ വീണ്ടും ജനിച്ചതാണെങ്കിൽ അവിടെ നമ്മുടെ പിതാവാണ്. वो अगर हम लोग नया जन्म पाए हैं तो वो हमारा पिता है. എന്നാൽ ഇന്നും അനേക വിശ്വാസികളും അനേക കാര്യങ്ങളിലും ദൈവത്തെ പിതാവായി കാണുന്നില്ല. तो इसके लिए आज भी हमें प्रभु की उपस्थिति में आते समय में परमेश्वर को पिता का जो अवस्था का सही प्रकटीकरण समझा नहीं, मानते नहीं. അതുകൊണ്ട് തന്നെ അവര് അനേക കാര്യങ്ങളിൽ അവരിങ്ങനെ ഭാരപ്പെട്ടും ചിന്താകുലരായും ഒക്കെ ജീവിക്കുക. इसीलिए उनके जीवन में क्या होता है, वो लोग एकदम बोझ से एकदम दब कर, वो लोग चिंतित रहकर निराश रहते हैं. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ കൊച്ചുമോൻ ജോർഡനെ നിങ്ങൾക്ക് അറിയാലോ. हाँ, मेरा छोटा जो पोता है जॉर्डन को आप लोग जानते होंगे. അവൻ ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയില്ല. उसको कोई भी बात का चिंता नहीं है. കാരണം എടാ എനിക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ, അല്ലെങ്കിൽ എന്റെ ഡ്രസ് ആണെങ്കിൽ മാറി തരുമോ, ഇങ്ങനെ ഒരു ചിന്തയില്ല. उसको मतलब आज मुझे ब्रेकफास्ट सुबह खाना है, ये कपड़ा थोड़ा पुराना हो गया, नया कपड़ा पहनना है, ये सब का चिंता जॉर्डन नहीं करता है. ഈ ലോകപരമായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ ആ ജോർഡനെ പോലെ നമ്മൾ ചിന്തയില്ലാത്തവരായിരിക്കണം. इसी तरह जॉर्डन का जैसा मन है, संसार के विषयों में हमारा मन वो बच्चे के समान होना है. അങ്ങനെയുള്ളവർ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ऐसे मन रखने वाले लोग ही परमेश्वर का राज्य में प्रवेश करेंगे. നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ये एकदम फटाक से समझने वाली बात है. എന്നാൽ ചിലര് ഈ ദൈവവചനത്തെ നമ്മൾ അതിന്റെ രീതിയിലൊന്ന് മനസ്സിലാക്കുക. इसलिए प्रभु का वचन को जिस रीति से समझना है, वो रीति को पहले समझो प्रियो. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വചനം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. इसलिए प्रियो, आप वचन को सही अर्थ में आप समझेंगे ना, आप लोगों को बहुत आनंद मिलेगा. എനിക്ക് ഈ വചനത്തിന്റെ എങ്ങനെയാ നിങ്ങൾക്ക് അതൊന്ന് വിശ്ലേഷണം ചെയ്ത് തരേണ്ടത് എനിക്കിപ്പം ശബ്ദങ്ങൾ തന്നെ കിട്ടുന്നില്ല. क्योंकि मुझे इस वचन को किस रीति से आपको सही अर्थ में वर्णन करके दो, सही शब्द मुझे मिल रहा नहीं है. ഞാനൊരു വാക്യം വായിക്കട്ടെ. लेकिन मैं एक वाक्य पढ़ाना चाहता हूँ. 1 പത്രോസ് 5:7. पहला पत्रोस 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. पहला पत्रोस 5:7 पढ़ेंगे. अपनी सारी चिंता उसी पर डाल दो क्योंकि उसको तुम्हारा ध्यान है. आमेन. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ അത്ര ശരിക്കും വന്ന മുഴുവൻ ചിന്താഗതി, സാരാ ചിന്താഗതി, എല്ലാ ചിന്തയും, तुम्हारा सब चिंता विषय, मतलब तुम्हारे जीवन में आने वाला सब प्रकार की चिंता है, जो भी व्याकुलता की बात है, वो सब प्रभु के ऊपर डाल दो. നിങ്ങളുടെ സകല ചിന്തയും, നിങ്ങളുടെ 90% നിങ്ങൾ പിന്നെ ചിന്തിക്കേണ്ട, 10% നിങ്ങൾ ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ. ऐसा नहीं है कि 90% ना तुम लोग सोचो मत, सिर्फ 10% तुम लोग सोचो, ऐसा नहीं है. നമ്മളൊരു കാര്യം ചിന്തിക്കണം. एक बात समझे, നമ്മൾ ഇന്നും പലരും അനേക വിശ്വാസികളും പലതിനെ കുറിച്ചും ചിന്തിച്ച് ഭാരപ്പെട്ടിട്ട് അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുക. आज बहुत से विश्वासी लोग बहुत के बातें, इधर उधर के बातों को सोचकर चिंतित होकर उनका शांति और विश्राम को उन लोग ने उल्लंघना कर दिया, गिर गए वो विश्राम से. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ കഴിവിലൊന്ന് ഊന്നി നിങ്ങൾ എന്തെങ്കിലും ആണെന്ന് ചിന്തിച്ച് നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ചിന്താഗതികളെല്ലാം കർത്താവിന് കൊടുക്കുക. इसके लिए मैं आपको बताना चाहता हूँ, आप लोग कुछ बातें करने से, प्रबल होने से आपकी वजह से नहीं है. आपका सारी चिंताएं और आग्रहों को क्या करना, प्रभु को आत्मा सौंपो. നമുക്ക് ഒരു യഥാർത്ഥ വിശ്വാസി, അവൻ യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, ദൈവത്തെ അവൻ പിതാവായിട്ട് അറിയുന്നുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ അങ്ങനെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെ എല്ലാം നമ്മൾ ആ കർത്താവിന്റെ കാര്യങ്ങളിൽ കൊടുക്കണം. आमीन. अगर जो सच्चा विश्वासी है, वो सच्चा विश्वासी ने स्वर्गीय परमेश्वर को अपना पिता मान लिया है, उस पिता का अनुभव में एक आत्मिक पारिवारिक रिश्ते में, इसलिए जो भी बोझ है, जो भी चिंता
चिंताएं, जो भी बातें हैं जो उसको प्रभु से दूर कर सकता है, वो सब बातों को मुझे प्रभु पर समर्पण करना है। നമുക്ക് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ അനേക ചിന്തകളും വിചാരങ്ങളൊക്കെ കടന്നു വരാം. हमारे जीवन में बहुत सारे चिंताएं, विचार, हृदय में दुख देने वाला बातें हमारे मन में विचार के रूप में आ सकता है। അത് വന്നു കഴിയുമ്പോൾ നമ്മളുടെ സ്വസ്ഥത നഷ്ടപ്പെടും. वो हमारे अंदर आने की वजह से क्या होगा, उसके बारे में सोचते सोचते हमारा विश्राम चले जाता है। ചിലപ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. कभी कभी हमारा आनंद खो बैठते हैं। ഉടനെ നമ്മൾ വചനം എന്ത് പറയുന്നു നമ്മൾ നോക്കണം. आमेन। तुरंत वचन क्या कहता है उस पे हमें आना है। നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു, आपका आनंद खो बैठा, നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകുന്നു, आपको बहुत टेंशन हो गया, നിങ്ങൾക്ക് ഒരുപാട് ഭാരപ്പെടുന്നു, आपको बहुत बोझ आ गया, നിങ്ങൾ ഒരുപാട് വ്യാകുലരാകുന്നു. आप बहुत सारा व्याकुल चिंताओं से आप लोग एकदम अशांत हो गए। എന്തിന്? ये क्यों ऐसा? ദൈവരാജ്യത്തിൽ ഇങ്ങനെയാണോ അനുഭവം? क्या परमेश्वर का राज्य का अनुभव ऐसा है क्या? നിങ്ങളുടെ ദൈവരാജ്യത്തിലല്ലേ? आप लोग परमेश्वर राज्य में नहीं है क्या? നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിലല്ലേ? आप लोग नया जन्म पाए हो, विश्वासी नहीं है क्या? നിങ്ങളുടെ പിതാവ് എല്ലാത്തെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവമല്ലേ? क्या आपका पिता सब बातों को, पूरा ब्रह्मांड को बनाने वाला सर्वशक्तिमान परमेश्वर नहीं है क्या? നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥരായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? इस तरह का अस्वस्थता में बने रहने का आग्रह क्या स्वर्गीय पिता रखता है क्या आपके विषय में? നിങ്ങളെ ഏതെങ്കിലും ചിന്തകൾ നിങ്ങളെ വഞ്ചിച്ചിരിക്കാം. आपको कोई भी चिंताएं आकर हमें धोखा दे सकते हैं। നിങ്ങൾക്ക് ആ യഥാർത്ഥ സമാധാനം ആസ്വദിക്കണമെന്ന് ആഗ്രഹമില്ലേ? आपको क्या सही रीति से वो शांति का अनुभव बने रहने का इच्छा नहीं है क्या? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. इसे ध्यान से समझो। ഒരു കാര്യം ചെയ്യും, एक बात करो, ചിന്തിക്ക്. നിങ്ങൾക്ക് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങ് ഭാരപ്പെട്ട് കുനിഞ്ഞു പോകുന്ന അനുഭവമാണെങ്കിൽ ആ ഭാരം മാറ്റണ്ടേ? हाँ तो अभी हम लोग विचार करते करते उस विचार के वजह से एक बोझ हमारे अंदर आकर अगर गिर गया तो वो बोझ को हटाना जरूरी है ना। ഞാൻ ഭാരം എടുത്തിട്ട് ഞാൻ അങ്ങ് കുനിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ ആ ഭാരം മാറ്റിയത്, അല്ലെങ്കിൽ നിന്റെ നടു ഒടിഞ്ഞു പോയി. अगर एक बोझ मेरे ऊपर है, उस बोझ की वजह से मैं झुकते जा रहा हूँ, वो बोझ अगर हटाएगा तो ठीक हो जाएगा, बोझ नहीं हटेगा तो मेरा कमर टूट जाएगा ना। ഇങ്ങനെയുള്ള ഭാരങ്ങൾ വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ മരിച്ചാൽ കൊള്ളായിരുന്നൊക്കെ പറയുന്നു. कुछ लोगों की अवस्था क्या है, अरे ऐसा बोझ उनके ऊपर आ जाता तो क्या बोलता है, अरे मैं मर जाता तो अच्छा था, ऐसे ऐसे विचार करते हैं विश्वासी लोग। അതെല്ലാം നിരാശയുടെ വാക്കുകളല്ലേ? ये सब निराशा का जवाब है ना प्रियो। എന്നെ ശ്രദ്ധിച്ച് കേൾക്കും. लेकिन मुझे ध्यान से सुनना, ഈ വചനം ഒരിക്കലും കള്ളം പറയില്ല. ये वचन कभी झूठ नहीं कहता। നിങ്ങൾ ശ്രദ്ധിക്കൂ. आप लोग ध्यान से समझना। ഫിലിപ്പിയർ 4:7 फिलिपियों का पुस्तक 6:7 4 का फिलिपियों 4 का 6 और 7। ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുന്നത് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. पढ़ेंगे 6 और 7। किसी भी बात की चिंता मत करो, परंतु हर एक बात में तुम्हारे निवेदन, प्रार्थना और विनती के द्वारा धन्यवाद के साथ परमेश्वर के सम्मुख उपस्थित किए जाए। हाँ। तब परमेश्वर की शांति जो सारी समझ से परे है तुम्हारे हृदय और तुम्हारे विचारों को मसीह यीशु में सुरक्षित रखेगा। आमीन। അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. तो इधर हमें बात समझना है, നമ്മൾ എന്ത് ചെയ്യണം? हमें क्या करना है। പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഭാരം തോന്നുന്ന ഒരു വിഷയം കടന്നു വന്നാൽ ഉടനെ നമ്മൾ അത് കർത്താവിന്റെ നാമത്തിൽ അവിടെ ദൈവത്തിൽ സമർപ്പിക്കണം. इसके लिए हमारे विषय में जो भी बोझ की बातें हैं, जो हमें दबा देता है, ऐसा कोई भी विषय आएगा तो वो तुरंत हमें प्रभु की उपस्थिति में समर्पण करना है। നിങ്ങൾ ദുഃഖിതരായിരിക്കുവാൻ, നിരാശരായിരിക്കുവാൻ, നിങ്ങളുടെ ധൈര്യം നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. हमें बोझ में दबे रहे, दुखी होकर, निराश होकर बने रहे, ऐसा अवस्था स्वर्गीय पिता कभी नहीं चाहता। ഞാൻ ചില ഒരുപാട് കാര്യങ്ങൾ പറയണം, ഞാൻ ഒന്ന് ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. बहुत से बातें हैं, लेकिन कुछ बातें बताना चाहता हूं ताकि आप सही रीति से समझ सके। നമ്മൾ മത്തായി 10-ാം അധ്യായത്തിന്റെ 29-30 വായിക്കുമ്പോൾ, मत्ती का सुसमाचार 10 का 29 और 30, 29 മുതൽ 31 വരെ വായിച്ചു. 29 का 31 से लेकर 31 तक, मैथ्यू 10:29 to 31। കാശിന് 2 കുരികൾ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകുലുകളെക്കാളും നിങ്ങൾ വിശേഷതയേറിയവരല്ലയോ? पढ़ेंगे 29 से 31 तक। क्या पैसे में 2 गौरैया नहीं बिकती? तो भी तुम्हारे पिता की इच्छा के बिना उनमें से एक भी भूमि पर नहीं गिर सकती। तुम्हारे सिर के बाल भी सब गिने हुए हैं, इसलिए डरो नहीं, तुम बहुत गौरव से बढ़कर हो। അപ്പോൾ ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാനായിട്ട് ഞാൻ ഒരു ഭാഗം വായിപ്പിക്കാം. ये बात को समझने के लिए और एक भाग मैं पढ़ाना चाहता हूँ। ലൂക്കോസ് 12:6-7. लूका 12 का 6 और 7। അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. पढ़ेंगे। क्या 2 पैसे की 5 गौरैया नहीं बिकती? तो भी परमेश्वर उनमें से एक को भी नहीं भूलता।
तुम्हारे सिर के सब बाल भी गिने हुए हैं, इसलिए डरो नहीं, तुम बहुत गौरव से भी बढ़कर हो. ഇവിടുത്തെ വിഷയം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. इधर का विषय समझने के लिए मैं बताता हूँ. ഒരു കാശിന് 2 കുയില്. एक सिक्के में 2 चिड़िया मिलता है. എന്നാൽ 2 കാശ് കൊടുത്താല് 4 കിട്ടേണ്ടത്, പക്ഷെ 4 പോലെ 5 കിട്ടുന്നത്. എന്നാൽ ഓർമ്മ എക്സ്ട്രാ വെറുതെ കിട്ടുന്ന. हाँ, मतलब क्या, तो दो एक सिक्के में 2 मिल रहा है तो 4 सिक्के में कितना, सॉरी, एक सिक्के में 2 मिल रहा है तो 2 चिड़िया मिल रहा है तो 2 सिक्के में 4 चिड़िया मिलना चाहिए, लेकिन यहाँ पर वचन क्या कहता है, 2 सिक्के में तुमको 5 चिड़िया मिल रहा है, मतलब 1 चिड़िया एक्स्ट्रा हो गया. അപ്പൊ ഈ എക്സ്ട്രാ കിട്ടുന്നതെന്ന് പറയാൻ അതിന് വിലയില്ല. मतलब जो एक्स्ट्रा मिल रहा है उसको मूल्य नहीं है. അപ്പൊ ആ വിലയില്ലാതെ കിട്ടുന്ന കുരുകിലിനെ കുറിച്ച് പോലും ദൈവത്തിന് അതിന് വിലയുണ്ടതാണ്. मतलब ये जो जिसको मूल्यता नहीं है, जिसको कोई दाम नहीं है, वो उसको भी अगर अर्पण करेंगे तो उसके बारे में भी सोचने वाला परमेश्वर है. मतलब वो 5वां जिसको कोई मूल्यता नहीं है, उसको मूल्य समझने वाला प्रभु अगर उसको मूल्य दे रहा है तो നിങ്ങൾ മനസ്സിലാക്കണം, അത് വളരെ ആഴമുള്ള ഒരു വിഷയമാണ്. मतलब ये बहुत ही एक गहरा विषय है ये. മനുഷ്യൻ പോലും ആ ഒരെണ്ണത്തിന് വില കൽപ്പിക്കുന്നില്ല. मतलब जो एक्स्ट्रा मिला हुआ बात है, वो मनुष्य जो अर्पण कर रहा है उसको वो भी मूल्यता नहीं दे रहा है, എന്നാൽ ദൈവം അതിനും വില കൽപ്പിക്കുന്നു. लेकिन परमेश्वर वो 5वां चिड़िया को भी मूल्यता दे रहा है. എന്നിട്ട് പറയാണ്, फिर प्रभु कहता है നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. तुम्हारे सिर पे सारे बाल भी गिने हुए हैं. പറയുന്ന സാരം പറയുള്ളൂ, कहने का विषय ये है, നമ്മുടെ ഒരു തലമുടിധാരിയുടെ കൊഴിയുന്നെങ്കിൽ നമ്മുടെ ദൈവം അറിയുന്നു. हमारे सिर से एक भी बाल अगर गिर रहा है तो स्वर्गीय पिता जानता है. അങ്ങനെയാണെങ്കിൽ നമ്മളെ കുറിച്ചുള്ള കരുതൽ എത്ര വലുതാണ്. ऐसा है तो हमारे विषय में जो देखभाल प्रभु कर रहा है वो कितना बड़ा है. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കയ്യില് നമ്മളൊരു 100 രൂപ പോയാൽ ചിലപ്പോൾ നമ്മൾ അറിയും, പക്ഷെ ഈ മുടി കൊഴിയും നമ്മൾ അറിയുന്നുണ്ടോ? हमारे जीवन में देखो, हमारे पॉकेट से 100 रुपया अगर गिर जाता है वो हम जानते हैं, लेकिन हमारे सिर से एक बाल गिरता तो वो हम जानते हैं क्या? ഒരു ദിവസം എത്ര മുടി കൊഴിയുമെന്ന് നമുക്കറിയാം. एक दिन में कितना बाल गिरता है आप लोग को मालूम है क्या? എന്നാലേ നമ്മുടെ കർത്താവ് അറിയുന്നു. लेकिन हमारा प्रभु जानता है. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്രമാത്രം നമുക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ കരുതല പറയുന്നത്. यानी कि उतना हमारे संभालने के विषय में आते समय में प्रभु उतना हमारा देखभाल करता है. ഇങ്ങനെ ഒരു പിതാവ് നമുക്കുള്ളതെന്നുള്ള ആ ബോധ്യം ഉണ്ടെങ്കിൽ എന്തിനു നമ്മൾ അതും ഇതും ചിന്തിച്ച് ഭാരപ്പെടണം? अगर इस रीति का पिता अगर हमारा है तो फिर क्यों हमें चिंतित रहना है? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനത്തിലൂടെ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ഈ കർത്താവിനെ സേവിക്കുന്നതിൽ നമ്മുടെ ഉത്സാഹം വർദ്ധിക്കും. इसके लिए इस रीति से जब प्रभु को सेवा करने के लिए अगर जब इच्छा बोध हम होएगा तो बहुत उत्साह के साथ हम प्रभु का सेवा करेंगे. എന്നാൽ ഈ അനേകർക്ക് ഈ കർത്താവിനെ സേവിക്കുന്നതില് സന്തോഷമില്ല. लेकिन आज इस रीति से प्रभु को सेवा करने के लिए बहुत लोगों को इच्छा नहीं है. കാരണം പറയാം, कारण क्या है? അവർക്ക് അതിന്റെ ശരിയായ പ്രയോജനം എടുക്കേണ്ട രീതി അറിയത്തില്ല, പ്രയോജനം ലഭിക്കുന്നുമില്ല. क्योंकि उसको जो वचन का सही रीति का लाभ क्या है, कैसा उठाना वो नहीं मालूम, उसका फायदा नहीं उठा पा रहे. അതുകൊണ്ട് ഈ അവിശ്വാസികളുടെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നു. इसलिए अविश्वासी के ऊपर आया हुआ एक सवाल मैं आपको पूछना चाहता हूँ. അവര് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. वो लोग इस तरह कहते हैं, മലാക്കി 3:14 मलाकी 3:14 में, मलाकी 3:14, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുകൊടുത്ത് നടന്നതിനാലും എന്തു പ്രയോജനമുള്ളൂ? ഒരു പ്രയോജനം ഇല്ലെന്ന് അവർ പറയുന്നത്. संसार के लोग का अवस्था देखो क्या है. 3:14, तुमने कहा है परमेश्वर की सेवा करना व्यर्थ है, हमने जो उसके बताए हुए कामों को पूरा किया और सेनाओं के यहोवा के डर के मारे शोक का पहरावा पहने हुए चले हैं, इससे क्या लाभ हुआ? तो इसका क्या, ऐसा सब प्रभु के लिए करेगा तो क्या फायदा है, क्या लाभ है? അപ്പൊ അവര് പറയുന്നത് പ്രയോജനം ഇല്ലെന്നാ. वो लोग कहने का मतलब क्या है, इसमें कोई लाभ नहीं है. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവവചനം പ്രമാണിക്കുന്നത് പോലെ പ്രയോജനമുള്ള മറ്റൊരു കാര്യമില്ല. लेकिन हे प्रियो, परमेश्वर का वचन को पालन करने का फायदा जो हमें मुकाम में लाएगा, उसके बड़ा फायदा और कुछ भी नहीं है दुनिया में. നമുക്ക് ഈ ചെറിയൊരു ആയുസിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലും ദൈവവചനത്തിൽ നിലനിൽക്കാനും ആ വചനത്തെ പ്രമാണിക്കുവാനും നമ്മൾ ഉത്സാഹിക്കണം. इसके लिए प्रभु का इस छोटा सा उम्र जो आयु जो प्रभु ने हमको दिया है, इस छोटे से उम्र में प्रभु का वचन को मानकर पालन करने में हमें बहुत उत्सुकता में रहना है. ഈ വചനത്തിന്റെ പ്രയോജനങ്ങളാണ് നമ്മൾ ആഴത്തിൽ ഇനിയും കാണാൻ പോകുന്നത്. ये वचन का फायदाओं को, लाभ की बातों को हम लोग और गहराई से आगे के दिनों में देखने वाले हैं. ഇവിടെ അവിശ്വാസികള് വിശ്വാസമില്ലാതെ പറയുന്നത് ഈ ദൈവത്തെ സേവിച്ചിട്ട് എന്നാ പ്രയോജനം? यहाँ पर देखो, ये अविश्वासी लोग जो विश्वासी का डोंग कर कर जीते हैं, वो लोग बोलते हैं कि ऐसा प्रभु का सेवा कर कर क्या फायदा, क्या लाभ है. അങ്ങനെയുള്ള ഇന്ന് അനേക വിശ്വാസികളെ കാണാൻ പറ്റും. पर इस तरह नामधारी, मतलब नाम के लिए रहने वाले विश्वासी लोग बहुत सारे हैं. കർത്താവിനെ സേവിച്ചിട്ട് പ്രയോജനമില്ല. बोलो, वो लोग क्या बोल रहे हैं, प्रभु को सेवा करके क्या फायदा? കാരണം അവരുടെ ചിന്താഗതികളെല്ലാം ഈ ലോകമായിരിക്കാം. क्योंकि उन लोगों का चिंता इस संसार का कमाई है. കാരണം നിത്യതയെ കുറിച്ച് കാണുവാൻ തക്കണം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. क्योंकि अनंतता के विषय में बातों को देखने के लिए उनका मन उतना प्रकाशन नहीं पाया है. ദൈവങ്ങളെ, ദൈവവചനത്തിന്റെ
പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന്റെ പ്രയോജനങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. इसलिए प्रभु का वचन को हमारे व्यक्तिगत जीवन में किस तरह उसको लागू करने की बातों को हमें जरा सोचना है. നമ്മൾ വെറുതെ കർത്താവെ കർത്താവ് എന്ന് വിളിച്ചാൽ പോരാ. हम लोग व्यर्थ में प्रभु प्रभु हे प्रभु बोलने से फायदा नहीं है. നമ്മൾ കർത്താവിന്റെ ഹിതത്തിനുള്ളിലായിരിക്കണം. बल्कि उनका इच्छा और उनकी इच्छा में बने रहना है. നമുക്കൊന്നുകൂടെ പരിശോധിക്കാം. हमें आओ एक फिर से हम परखे. നമുക്ക് ഇത് എനിക്ക് തോന്നുന്നു, എനിക്ക് വളരെ ആഴമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹം. ये सब बातें मुझे बहुत गहराई से बताने का आग्रह रहता है. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. क्योंकि मैं हमेशा प्रभु का वचन को मूल्यता देने वाला एक व्यक्ति हूँ. കാരണം ഫിലിപ്പിയ സഭയോട് പറയുമ്പോൾ നീ എന്റെ സഹിഷ്ണുതയുടെ വചനത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. ആ വചനത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത് വലിയ ഗൗരവമായ കാര്യം. इसके लिए हम देखते हैं फिलाडेल्फिया कलीसिया को प्रभु क्या बोलता है, मेरा धीरज का वचन को तुम थामे रहे. इसलिए वचन को थामे रहना है सबसे बड़ी बात. आमीन. അതുകൊണ്ട് അതിന്റെ ഗൗരവങ്ങൾ നിങ്ങളെ ഒന്നുകൂടെ ഞാൻ അടുത്ത ദിവസങ്ങൾ പറഞ്ഞുതരാം. इसलिए आने वाले दिनों में प्रभु का वचन का गहराई को और भी उत्तम रीति से मैं बताऊंगा. സമയം ഒരുപാട് കടന്നുപോയത് കൊണ്ട് എനിക്കങ്ങനെ നിർത്താൻ തോന്നുന്നില്ല, പക്ഷെ നിർത്തേണ്ടി വരികയാണ്. समय बहुत ज्यादा हो गया बोलकर मुझे रोकने का मन तो नहीं है, लेकिन रोकना पड़ रहा है. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे. കർത്താവിന്റെ കൃപ ഞങ്ങളെ प्रभु का अनुग्रह हम सब में बने रहे. प्रेज़ द लॉर्ड.